ഹലോ ഓൾ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ജനറൽ എക്സെപ്ഷൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ജനറൽ എക്സെപ്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാല് നമുക്കറിയാം, യൂഷ്വലി നമ്മളൊരു ഒഫൻസ് ചെയ്താൽ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാള് ഒരു വ്യക്തിനെ കൊല്ലുകയോ അല്ലെങ്കിൽ അടിക്കുകയോ, അടിക്കുക മീൻസ് നല്ല ഗ്രീവിയസ് ഹേർട്ട് സംഭവിപ്പിക്കുന്നു. ഗ്രീവിയസ് ഹേർട്ട് എന്ന് പറഞ്ഞാൽ അയാളെ അടിച്ച് അയാളുടെ കയ്യോ കാലോ ഒടിയുകയോ അല്ലെങ്കിൽ ഡിസ്ഫിഗറേഷൻ സംഭവിക്കുക എന്ന് വെച്ചാൽ അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റാന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ഒഫൻസുകളാണ്, അല്ലെങ്കിൽ കുറ്റം കിട്ടാം അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടാം എന്നുള്ള ഒഫൻസുകളാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ആൾക്കാർ ഈ പറഞ്ഞ ഒഫൻസുകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യില്ല, അവർക്ക് ഈ പറഞ്ഞ കുറ്റം അല്ലെങ്കിൽ ശിക്ഷ, പണിഷ്മെന്റ് അവർക്ക് കിട്ടില്ല. അതെപ്പോഴാണ്? അതാണ് ഈ ജനറൽ എക്സെപ്ഷൻസിൽ പറയുന്നത്. കുറച്ച് എക്സെപ്ഷൻസ്, നമുക്ക് ശിക്ഷ കിട്ടാത്ത കുറച്ച് എക്സെപ്ഷൻസിന്റെ കാര്യമാണ് ഈ പറഞ്ഞ ജനറൽ എക്സെപ്ഷൻസിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അതിനകത്തുള്ള ഫസ്റ്റ് എക്സെപ്ഷൻ ആണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് പറയുന്നത് സെക്ഷൻ 14 അതുപോലെ തന്നെ സെക്ഷൻ 17 രണ്ട് സെക്ഷനിലായിട്ടാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് പറയുന്നത്. If a person does something because they honestly believe due to a mistake of fact, not a mistake of law, that the law requires them to do it, then it is not considered an offense. അതായത് ഒരാൾ എന്താണ്, അയാൾ ഓണസ്റ്റ്ലി വിശ്വസിക്കുകയാണ് ദാറ്റ് അയാൾ ഇന്നൊരു കാര്യം ചെയ്യണം, അത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ആ ഒരു ഫാക്ടിന്റെ മിസ്റ്റേക്കിന്റെ ബേസിലാണ് അയാൾ വിശ്വസിക്കുന്നത് ദാറ്റ് അയാൾ ഇന്ന പറഞ്ഞ കാര്യം ചെയ്യണം എന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിൽ അയാൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും ഒരു ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് മാത്രമേ ഒരു എക്സെപ്ഷൻ ഉള്ളൂ. മിസ്റ്റേക്ക് ഓഫ് ലോ ഒരിക്കലും ഒരു എക്സെപ്ഷൻ അല്ല. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് പറയാൻ പറ്റില്ല, അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെയായിരുന്നു ഈ നാട്ടിലെ നിയമം എന്നുള്ളത്, എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മള് ഒരു വൺ വേ റോഡ് കിടക്കാന്ന് വെച്ചോ, നമ്മൾ ആ വൺ വേ കൂടെ കയറി പോകണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ വൺ വേ കയറി പോകുമ്പോൾ നമുക്ക് പോലീസ് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല, അയ്യോ സാർ എനിക്ക് അറിയണ്ടായില്ല അത് വൺ വേ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടില് അതൊരു എക്സെപ്ഷൻ ആയിട്ട് കൂട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഒരിക്കലും നമുക്ക് ഒരാളോട് പറയാൻ പറ്റില്ല, എനിക്ക് ആ നിയമം അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഒഫൻസ് ചെയ്തത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് എടുത്ത് ഇവിടെ പറയുന്നത് നോട്ട് എ മിസ്റ്റേക്ക് ഓഫ് ലോ എന്നുള്ളത്. പക്ഷെ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സെപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു സെക്ഷൻ ആക്ച്വലി സെക്ഷൻ 14 ആണ്. സെക്ഷൻ 14 ആണ് ഇത് പറയുന്നത്, ഇഫ് എ പേഴ്സൺ ഡസ് സംതിങ് എന്നുള്ളത്. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അതായത് ഇവിടെ ഒരു പോലീസ് ഓഫീസർ arrests a person thinking that a valid warrant exists, but it turns out it was cancelled. If the officer believing this in a good faith and due to incorrect facts, not a misunderstanding of the law, then he is not guilty of an offense. അതായത് ഇവിടെ ഒരു പോലീസ് ഓഫീസർ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യുന്ന നേരം നമുക്കറിയാം, ഇപ്പൊ ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പോലീസ് ഓഫീസർ വാറന്റ് ഉണ്ട്, ഒരു വാലിഡ് വാറന്റ് ആണ് എന്ന് കരുതി അയാൾ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അയാൾ അറിയുന്നത് ദാറ്റ് ആ ഒരു വാറന്റ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട് എന്നുള്ളത്. ഇഫ് ആ ഒരു പോലീസ് ഓഫീസർ ആ ഒരു ഗുഡ് ഫെയ്ത്തിൽ, അത് ആ ഒരു വിശ്വാസത്തിലാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിന്റെ അണ്ടറിൽ നമുക്കതൊരു എക്സെപ്ഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റും. മൂപ്പര് ഗിൽറ്റി അല്ല. പക്ഷെ എന്തായിരിക്കണം, നോട്ട് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലോ. അവിടെ ലോ തെറ്റിയിട്ടല്ല, പകരം ഫാക്ട് തെറ്റി മനസ്സിലാക്കിയിട്ട് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർ ആസ് ആൻ എക്സെപ്ഷൻ. സെക്ഷൻ 14 പറയുന്ന ഒരു എക്സെപ്ഷൻ ആണത്. ഇനി ഇതേപോലെ തന്നെ കുറച്ച് വ്യത്യാസമുള്ളതാണ് സെക്ഷൻ 17. സെക്ഷൻ 17 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, if a person does something because the law allows it or because they honestly believe due to a mistake of fact, not law, that the law allows it, then it is not a crime. അതായത് ബൈ ലോ ആ ഒരു വാലിഡ് ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ ചെയ്യുകയാണ്. ഓക്കെ, അവിടെയും മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ് സംഭവിച്ചിട്ടുള്ളത്. അയാള് ഓണസ്റ്റ്ലി ബിലീവ് ചെയ്യാണ്, ഓക്കെ ഇതാണ് ഇവിടുത്തെ നിയമം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അതും ഈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിന്റെ അണ്ടറിൽ വരും. നോട്ട് മിസ്റ്റേക്ക് ഓഫ് ലോ അല്ല, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഡ്യൂ ടു എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് കാരണമായിരിക്കണം അയാൾ ആ വിശ്വസിച്ചിട്ടുണ്ടാവുക. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, എ സെക്യൂരിറ്റി ഗാർഡ് സീസ് someone breaking into a shop and stops them thinking it's a theft. But later it turns out the person owned the shop and had lost the key. If the guard acted in good faith based on a mistaken fact, then it is not an offense. അതായത് ഒരു സെക്യൂരിറ്റി ഗാർഡ് എന്താണ്, ഒരാള് ആ സെക്യൂരിറ്റി ഗാർഡ് നോക്കുമ്പോൾ ഒരു ഷോപ്പിലേക്ക് ഒരാള് അത് പൂട്ട് പൊട്ടിച്ച് കയറാൻ നോക്കുന്നു. അപ്പൊ അയാൾ ഒബ്വിയസ്ലി എന്ത് വിചാരിക്കും, അവിടെ കള്ളന്മാര് വന്നിട്ട് മോഷ്ടിക്കാൻ വേണ്ടി ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവർക്ക് ആ കടയുടെ ഓണർ തന്നെയാണത്, കീ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ കള്ളന്മാരെ പോലെ കയറുന്നെന്നുള്ളത് മനസ്സിലായി. അപ്പൊ അവിടെ എന്താണ്, അവിടെ ആ ഒരു ഗാർഡ് ഗുഡ് ഫെയ്ത്ത്, അവിടെ മോഷണം തടയാൻ വേണ്ടിയിട്ടാണ് ഇയാൾ പോയിട്ട് ആ ബ്രേക്കിംഗ് തടഞ്ഞിട്ടുള്ള, മേ ബി ഒന്ന് അടിച്ചിട്ടുണ്ടാവും. അപ്പം ഇൻ ഗുഡ് ഫെയ്ത്ത് ചെയ്തത് കൊണ്ട് അത് എന്തല്ല, അതൊരു ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അവിടെ ഒരു ഫാക്ടിന്റെ മിസ്റ്റേക്ക് കാരണം സംഭവിച്ചതാണ്. സോ അത് സെക്ഷൻ 17 അണ്ടറിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിൽ വരും. ഓക്കെ, കാരണം അവിടെ ബൈ ലോ അയാൾക്ക് എന്താണ്, അവിടെ തടയാനുള്ള അവകാശമുണ്ട് അല്ലെ, ഒരു സെക്യൂരിറ്റി ആണ്, സെക്യൂരിറ്റി ഗാർഡ് ആണ്. സോ ബൈ ലോ അയാൾക്ക് തടയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് കൊണ്ടാണ്, അയാൾ ശരിക്കും ആ കടയുടെ ഓണർ ആയിരുന്നു ആ കയറാൻ നോക്കിയത്. അപ്പൊ ഓണറിന് കടയിൽ കയറാനുള്ള അവകാശമുണ്ടല്ലോ. സോ അതാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 17. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 15 ആൻഡ് 16. ആദ്യം നമ്മൾ ഇവിടെ പറയുന്നത് സെക്ഷൻ 15 ആണ്, ജുഡീഷ്യൽ ആക്ട്സ് ആണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്നുള്ളത് സെക്ഷൻ 14 IPCയില് സെക്ഷൻ 76 ഓഫ് ദി IPC ആയിരുന്നു. ആൻഡ് സെക്ഷൻ 17 IPCയിൽ ഏതാണ്, സെക്ഷൻ 79 ഓഫ് IPC ആയിരുന്നു. ഇനി അടുത്തത് ജുഡീഷ്യൽ ആക്ട് വരുന്നതാണ് സെക്ഷൻ 15 ആൻഡ് 16. A judge is not guilty of any offense for actions done while performing judicial duties, if done under legal power or if he honestly believes he has that legal power. അതായത് ഒരു ജഡ്ജിനെ ഒരിക്കലും നമ്മൾ ഗിൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. എപ്പോഴാണ്, ഇപ്പം ജഡ്ജ് മൂപ്പറുടെ ലീഗൽ പവറിൽ ഉള്ളൊരു കാര്യമാണെന്ന വിശ്വാസത്തോടു കൂടി ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ ഡ്യൂട്ടി പെർഫോം ചെയ്താൽ ആ ജഡ്ജിനെ ഒരിക്കലും നമ്മൾ ഗിൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്നും കൂടി മനസ്സിലാവും. ഇഫ് എ ജഡ്ജ് ഗീവ്സ് ആൻ ഓർഡർ ഇൻ എ കേസ് ബിലീവിംഗ് ഇറ്റ്സ് വിത്തിൻ ഹിസ് അതോറിറ്റി, ഈവൻ ഇഫ് ഹി ഈസ് മിസ്റ്റേക്കൻ, ഇറ്റ് ഇസ് നോട്ട് എ ക്രൈം ആസ് ലോങ് ആസ് ഹി ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അതായത് ഇപ്പൊ നമ്മൾ ഈ എല്ലാ ജഡ്ജസിനും എല്ലാ ഓർഡറും കൊടുക്കാനുള്ള ഇതൊന്നും ഇല്ല, അതോറിറ്റി ഇല്ല. അതായത് ഇപ്പം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ പെക്യൂണറി ജുറിസ്ഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് 1 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പം ചിലപ്പോൾ ഒരു കേസ് വരുന്നു, ഒരു 5 ലക്ഷം രൂപയുടെ ഒരു കേസ് വരികയാണ്. പക്ഷെ ഈ ജഡ്ജ് ബൈ മിസ്റ്റേക്ക് അയാൾ വിശ്വസിക്കുകയാണ് ദാറ്റ് ഓക്കെ എനിക്കിത് പറയാനുള്ള ജുറിസ്ഡിക്ഷൻ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ആ ഒരു കേസിന് വിധി പറയുകയാണെങ്കിൽ ശരിക്കും അവിടെ എന്താണ്, അത് തെറ്റാണ്. പക്ഷെ ഇൻ ഗുഡ് ഫെയ്ത്ത് മൂപ്പര് ആ ഒരു വിശ്വാസത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഒഫൻസ് ആയിട്ട് നമ്മൾ എടുക്കില്ല. അതാണ് ജഡ്ജ് ഇസ് നോട്ട് ഗിൽറ്റി ഓഫ് എനി ഒഫൻസ് ഫോർ ആക്ഷൻസ് ഡൺ ബൈ പെർഫോമിംഗ് ജുഡീഷ്യൽ ഡ്യൂട്ടീസ് if done under legal power or if he honestly believes he has the legal power എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഒഫൻസ് അല്ല, അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ് അവിടെ ഗിൽറ്റി അല്ല. അതാണ് സെക്ഷൻ 15. ഇനി ഈ സെക്ഷൻ 15 IPCയിൽ പറഞ്ഞത് സെക്ഷൻ 77 ഓഫ് IPC ആയിരുന്നു. നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം, സെക്ഷൻ 16. If someone carries out a court's order or judgment while it is still in effect, it is not a crime, even if the court had no authority, as long as the person genuinely believed the court had the power to give that order. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, പെക്യൂണറി ജുറിസ്ഡിക്ഷൻ ഇല്ലാത്തൊരു കേസിനകത്ത് ആർക്കെങ്കിലും സമൻസ് അയക്കുകയോ അല്ലെങ്കിൽ വാറന്റ് അയക്കുകയോ ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പം ഇത് കൊടുക്കാൻ പോകുന്നത് അവിടെ താഴെയുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ അവരും ഗുഡ് ഫെയ്ത്തിൽ ഓക്കെ കോർട്ടിന് അതിനുള്ള അതോറിറ്റി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്താലും അതൊരു ഒഫൻസ് ആയിട്ട് വരില്ല. ബിക്കോസ് അയാളും ഇൻ ഗുഡ് ഫെയ്ത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ് ദാറ്റ് കോർട്ടിന് അതോറിറ്റി ഉണ്ട്, അതിന്റെ അണ്ടറിലാണ് കോർട്ട് ഈ ഉത്തരവ് തന്നത്, അപ്പൊ ഞാനത് നടപ്പാക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയതാണെന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് അല്ല. ആ ഒരു പേഴ്സൺ വിൽ നോട്ട് ബി
കൺസിഡർ ആസ് ഗിൽറ്റി. അതിനൊരു എക്സാമ്പിൾ ആണ്, a police officer executes a court order to seize property. Later it's found that the court lacked jurisdiction, but if the officer believed in good faith that the court had proper authority, he has committed no offense. ഇവിടെ എന്താ പറയുന്ന എക്സാമ്പിള്, ഒരു പോലീസ് ഓഫീസർ കോർട്ട് എന്താണ് ഒരു പ്രോപ്പർട്ടി കോർട്ടിന് അങ്ങനെ പ്രോപ്പർട്ടി സീസ് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ. കോടതി പറയാണ് ഒരാളുടെ പ്രോപ്പർട്ടി സീസ് ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ പോലീസ് ഓഫീസർ അതിനു വേണ്ടി പോകുന്നു. പക്ഷെ ശരിക്കും കോടതിക്ക് അത് പറയാനുള്ള ജുറിസ്ഡിക്ഷൻ ഇല്ല. അതായത് ആ ഒരു കോടതിയുടെ അണ്ടറിലല്ല ആ പറഞ്ഞ പ്രോപ്പർട്ടി വരുന്നത്. സോ ആ ഒരു കോടതിക്ക് ആ പ്രോപ്പർട്ടി സീസ് ചെയ്യാൻ പറയാനുള്ള അവകാശം ഇല്ല, അല്ലെങ്കിൽ അതോറിറ്റി ഇല്ല. പക്ഷെ ഈ പോലീസ് ഓഫീസർ ആ കോടതിക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും, ആ ഒരു ഗുഡ് ഫെയ്ത്തിലാണ് പോയി ആ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു പോലീസ് ഓഫീസർ എന്തായിരിക്കില്ല, ആ ഒരു ഒഫൻസിന് ഗിൽറ്റി ആയിരിക്കില്ല. അതാണ് സെക്ഷൻ 16 പറയുന്നത്. ഇനി ആ സെക്ഷൻ 16 IPC പറഞ്ഞത് സെക്ഷൻ 78 ഓഫ് IPC ഈ സെയിം ആക്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 18. സെക്ഷൻ 18 പറയുന്നത് ആക്സിഡന്റ് ആണ്. An act is not a crime if it happens accidentally or by misfortune during a lawful act done in a lawful way, using legal means and with proper care, without any bad intention or knowledge. അതായത് ഫ്രം ദ വേർഡ് നമുക്കറിയാം, ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറിയാണ്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ആക്സിഡന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആക്സിഡന്റ് പറഞ്ഞത് ഈ അറിയാതെ നടക്കുന്നത് എന്തായിരിക്കണം, അതൊരു ലോഫുൾ ആക്ട് ചെയ്യുമ്പോൾ ആ ഒരു ലോഫുൾ ആക്ട് ഒരു ലോഫുൾ വേയിലായിരിക്കണം ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഓൾസോ പ്രോപ്പർ കെയർ, അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത്രയും സൂക്ഷ്മതയോടെ ചെയ്തു. ഒരു ലോഫുൾ ആക്ട് നമ്മൾ അത്രയും സൂക്ഷിച്ചു ചെയ്തു, എന്നിട്ടും ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നമ്മളുടെ അവിടെ ഇന്റൻഷൻ ഒന്നുമില്ല, അങ്ങനെ ഒരു ബാഡ് ആക്ട് ചെയ്യണം എന്നൊരു ഇന്റൻഷനേ നമുക്കില്ല, നമ്മളത് മര്യാദയ്ക്ക് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ ബൈ ആക്സിഡന്റ് അങ്ങനെ സംഭവിച്ചു പോയാൽ എന്താണ്, അതൊരിക്കലും ഒരു ഒഫൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താ, while driving carefully and within speed limits, a person accidentally hits a pedestrian who suddenly crosses the road. Since it was an accident with no bad intention and all precautions were taken, it is not an offense. അതായത് നമ്മളിപ്പോ നമ്മളുടെ കാറിൽ ഇപ്പം നമുക്കറിയാം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും സ്പീഡ് ലിമിറ്റ് പറഞ്ഞിട്ട്. ഇപ്പൊ ഒരു 30 km/h എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചേക്കാണ്, നമ്മൾ ആ ഒരു സ്പീഡ് ലിമിറ്റിൽ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് എന്താണ്, ഒരു പെഡസ്ട്രിയൻ നമ്മളുടെ മുന്നിലേക്ക് ചാടി വീണു. നമുക്ക് ചിലപ്പോ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ്ലി വന്നതുകൊണ്ട് നമുക്ക് ചിലപ്പം ബ്രേക്ക് കിട്ടാതെ എന്തെങ്കിലും വന്ന് അയാളെ തട്ടിന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾ അവിടെ അങ്ങനെ അയാളെ തട്ടണം എന്ന് ഉദ്ദേശം നമുക്കില്ല, നമ്മൾ മര്യാദയ്ക്ക് മെല്ലെ പൊക്കോണ്ടിരുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈവർ അവിടെ എന്തായിരിക്കില്ല, ആ ഒരു ഒഫൻസിന് ഗിൽറ്റി ആയിരിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത് ആക്സിഡന്റ് സെക്ഷൻ 80. ഇനി ഈ സെക്ഷൻ IPC പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും സെക്ഷൻ 80 ആയിരുന്നു, 80 ആണ്. BNS 1818 IPC സെക്ഷൻ 80 ആയിരുന്നു, 80 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 19 പറയുന്നതാണ് നെസസിറ്റി. An act is not a crime just because someone knows it might cause harm if it's done in good faith without any bad intention and to prevent greater harm to a person or property. അതായത് ഇപ്പൊ എനിക്കറിയാം ഞാൻ ചെയ്യാൻ പോകുന്നൊരു തെറ്റ്, ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം അത് തെറ്റാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ അത് ചെയ്തിട്ടില്ല, ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു ഹാം സംഭവിക്കും. ഒരു ഗ്രേറ്റർ ഹാം തടയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞി ഹാം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതെന്താകില്ല, അതൊരു ഒഫൻസ് ആയിട്ട് എടുക്കില്ല എന്നാണ് സെക്ഷൻ 19 ഓഫ് BNS പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നോക്കാം. A person breaks the lock of a house to rescue a child trapped inside during a fire. Even though he knew breaking the lock would cause damage, he did it to save a life, so it's not an offense. അതായത് ഒരാൾ, ഇപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ അപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോ ഒരു വീട്ടില് പെട്ടെന്ന് ഒരു കുട്ടി വീട്ടിൽ കുടുങ്ങി കിടക്കാണ്, ആ വീട്ടിന് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആ വീടിന്റെ ലോക്ക് പൊട്ടിച്ചിട്ട് ആ കുട്ടീനെ രക്ഷപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ അവിടെ ആക്ച്വലി ഒരു ഒഫൻസ് ചെയ്തു, ട്രെസ്പാസ് എന്ന് പറഞ്ഞൊരു ഒഫൻസ് ഞാൻ അവിടെ ചെയ്തു. അതായത് മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലേക്ക് അവരുടെ അനുവാദമില്ലാതെ ഞാൻ കയറി അവരുടെ ലോക്ക് പൊട്ടിച്ചു. സോ ഇറ്റ്സ് എൻ ഒഫൻസ്.
പക്ഷെ ഞാനത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതായതുകൊണ്ട് അതവിടെ നെസസിറ്റി ആണ്. അതെന്താ അവിടെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ മരിച്ചേക്കാം. അപ്പം ആ ഒരു ഗ്രേറ്റർ ഹാം തടയാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞി ഹാം ചെയ്തു. ആൻഡ് അതവിടെ നെസസറി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അങ്ങനെയാണ് സംഭവം എന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ ഇവിടെ വരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ ആക്ട് നെസസിറ്റി ആയിരിക്കണം. ആൻഡ് ഈ ചെയ്യുന്ന കുഞ്ഞി ഹാം എന്താണ്? ആ വലിയ ഹാമിനെക്കാട്ടിയും ചെറിയ ഹാം ആയിരിക്കണം ഞാൻ അവിടെ കോഴ്സ് ചെയ്യുന്നത്. അങ്ങനെ ഇൻ ഗുഡ് ഫെയ്ത്തിലായിരിക്കണം ഞാൻ ചെയ്യുന്നത്. അതായത് ഒരു ബാഡ് ഇന്റൻഷൻ എനിക്ക് അവിടെ പാടില്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതാണ് സെക്ഷൻ 19 നെസസിറ്റിയിൽ പറയുന്നത്. ഇനി ഈ സെയിം ഒഫൻസ് IPC പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 81 ഓഫ് IPC നെസസിറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഒഫൻസ് ആണ് ഇൻഫാൻസി, സെക്ഷൻ 20 ആൻഡ് 21. ആദ്യം നമുക്ക് സെക്ഷൻ 20 നോക്കാം. A child below 7 years old cannot be held guilty of any offense. ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെറിയ കുട്ടികളെയും മക്കളെയൊക്കെയാണ് ഇൻഫന്റ് എന്ന് പറയുന്നത് അല്ലെ? അത് തന്നെയാണ് ഇവിടെയും ഇൻഫാൻസിയിലും പറയുന്നത്. സെക്ഷൻ 20 പറയുന്നത് 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ നമുക്ക് ഒരു ഒഫൻസിന് ഗിൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി അങ്ങനെ ഒരു ഒഫൻസ് ചെയ്യാനും മാത്രം പ്രാപ്തനാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ ലോ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഒരു കുറ്റം കുറ്റമായി മാറണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെൻസ്രിയ എന്ന് പറഞ്ഞൊരു സാധനം വേണം. മെൻസ്രിയ എന്ന് വെച്ചാൽ ഇന്റൻഷൻ, മെന്റൽ ഇന്റൻഷൻ അവിടെ വേണം. ആക്ടസ് റിയസും മെൻസ്രിയയാണ് നമുക്ക് ഒരു ഒഫൻസ് ആവണമെങ്കിൽ വേണ്ടത്. മെൻസ്രിയ എന്ന് വെച്ചാൽ അവിടെ ഇന്റൻഷൻ വേണം. ആക്ടസ് റിയസ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ആക്ട് ചെയ്തിരിക്കണം. ഇവിടെ ആ കുട്ടി ചിലപ്പോൾ ആ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അവിടെ മെൻസ്രിയ ഉണ്ടാകില്ല. മെൻസ്രിയ എന്ന് വെച്ചാൽ എന്താ? ഒരു ഇന്റൻഷൻ അവിടെ ഉണ്ടാകില്ല. സോ അതുകൊണ്ടാണ് 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി എന്ത് ഒഫൻസ് ചെയ്താലും അതിന് ആ കുട്ടി ഗിൽറ്റി അല്ല എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ്, if a 6-year-old breaks something or hurts someone, it is not a crime because the law considers that the child is too young to understand right or wrong. അല്ലെ, എന്താണ് തെറ്റ് അല്ലെങ്കിൽ എന്താണ് ശരി എന്നുള്ളത് മനസ്സിലാക്കാനും മാത്രമുള്ള ഒരു പ്രാപ്തി ആ കുട്ടിക്ക് ഇല്ല എന്ന് വിശ്വസിച്ചിട്ടാണ് ലോ ബിലോ 7 years ഒരു കുട്ടീനെ ഗിൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. ഇനി സെക്ഷൻ 20 IPC പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 82 ഓഫ് IPC ആണ്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം, സെക്ഷൻ 21. 21ലും ഇൻഫാൻസി ആണ് പറയുന്നത്. ഇവിടെ വരുമ്പോ ഏജ് ഗ്യാപ്പ് മാറ്റമുണ്ടെന്നേ ഉള്ളൂ. A child between 7 and 12 years old is not guilty of an offense if they don't have enough maturity to understand what they did and its consequence. അതായത് 7 മുതൽ 12 വയസ്സിന് ഇടയിൽ ഒരു കുട്ടി ആൻഡ് അവർക്ക് അറിയില്ല അവർ ചെയ്ത് ഒരു ഒഫൻസിന്റെ കോൺസിക്വൻസസ് എന്താന്ന് മനസ്സിലാക്കാനും മാത്രമുള്ള പ്രാപ്തി ഇല്ലാത്ത ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു ഒഫൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു മൂവി ഓർത്താൽ മതി, എന്റെ വീട് അപ്പോയിന്റ് എന്ന് പറഞ്ഞ മൂവിയില് അതിനകത്ത് ജയറാമിന്റെ മോനെ എന്താണ് അവിടെ പക്ഷെ ആ കുട്ടീനെ ഗിൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം ആ കുട്ടിക്ക് മെൻസ്ട്രി അവിടെ ഉണ്ടായിരുന്നു അല്ലെ, ആ അനിയനെ കൊല്ലണം അല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞിട്ട് ആ ഒരു തെളിവ് കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കുഴിച്ചിടുന്നുണ്ട്. അപ്പൊ അത്രയും ആലോചിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് പ്രൂവ്സ് ദാറ്റ് ആ കുട്ടിക്ക് മെൻസ്രിയ ഉണ്ടായിരുന്നു. ചിലപ്പോ ഒന്ന് അറിയാണ്ട് അടിച്ചിട്ട് അവിടെ വെച്ചായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ബഹളമൊക്കെ വെച്ചായിരുന്നെങ്കിൽ നമുക്ക് പറയാം അവിടെ മെൻസ്രിയ ഇല്ല, അറിയാണ്ട് സംഭവിച്ചതാണ്. പക്ഷെ ഇത് അങ്ങനല്ല, അത് അടിച്ചു കഴിഞ്ഞിട്ട് കൊണ്ട് കുഴിച്ചിട്ടപ്പോ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ആ കുട്ടിക്ക് അവിടെ മെൻസ്രിയ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ആ കുട്ടീനെ അതിനകത്ത് പണിഷ് ചെയ്തത്. ഇതിന്റെ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? If a 9-year-old does something wrong but genuinely does not understand that it was crime or harm, it is not considered a crime. അതായത് ഇവിടെ ഒരു 9 വയസ്സുള്ള ഒരു കുട്ടി എന്തെങ്കിലും ഒരു റോങ് ചെയ്തു, പക്ഷെ ആ കുട്ടിക്ക് ജെനുവിൻലി അറിയില്ലായിരുന്നു ദാറ്റ് ആ ചെയ്തത് അത്ര വലിയ ഒഫൻസ് ആണ്, ഒരു ശിക്ഷ കിട്ടാനും മാത്രം ഇതുള്ള ഒരു ഒഫൻസ് ആണ് കുട്ടി ചെയ്തതെന്ന് അറിയാതെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഒഫൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്രൈം ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതൊരു ജനറൽ എക്സെപ്ഷന്റെ അണ്ടറിൽ വരും, സെക്ഷൻ 21. ഈ സെക്ഷൻ 21 IPC പറഞ്ഞത് സെക്ഷൻ 83 ഓഫ് IPC അത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 22 ഓഫ് BNS.
അവിടെ പറയുന്ന ഒഫൻസ് എന്താണ്, അല്ല സോറി, അവിടെ പറയുന്ന എക്സെപ്ഷൻ എന്താണ്? ഇൻസാനിറ്റി ആണ് അവിടെ പറയുന്നത്. ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രം ദ വേർഡ് നമുക്ക് മനസ്സിലാവും അല്ലെ, മെന്റലി സൗണ്ടഡ് അല്ലാത്തൊരു വ്യക്തി. If a person is of unsound mind and at the time of the act cannot understand what they were doing or that it is wrong or illegal, then it is not a crime. അതായത് ഒരു അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് അയാള് സ്വബോധത്തിലല്ല, അയാൾക്ക് മനസ്സിലാകുന്നില്ല അയാൾ എന്താ ചെയ്യുന്നത്, അയാൾ ചെയ്യുന്നത് ഒരു ക്രൈമാണ് അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ചെയ്തത്. അതായത് വിച്ച് മീൻസ് അൺസൗണ്ട് മൈൻഡ്. അതായത് സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾക്ക് അറിയാലോ അയാൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അത് അറിയാത്തത്. എക്സാമ്പിൾ ഇവിടെ പറയുന്നത്, ഇഫ് എ മെന്റലി ഇൽ പേഴ്സൺ ഹാംസ് സംവൺ but does not understand that their action or that it's wrong, it is not considered an offense under the law. അതായത് മെന്റലി ഇൽ പേഴ്സൺ എന്ത് ചെയ്യാണ്, മറ്റൊരാളെ ഹാം ചെയ്യുകയാണ്, ആൻഡ് അവർക്ക് അറിയില്ല ആ സമയത്ത് അവർ ചെയ്യുന്നത് ഒരു തെറ്റാണ് അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ കാരണം മറ്റൊരാൾക്ക് ഹാം കോസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് അല്ല എന്നാണ് പറയുന്നത്. അത് ജനറൽ എക്സെപ്ഷന്റെ അണ്ടറിൽ വരും, സെക്ഷൻ 22 ഓഫ് BNS. അത് IPCയിലുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 84 ഓഫ് IPCയിലാണ് ആ ഒരു ഒഫൻസിനെ പറ്റി പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻസ് ആണ് സെക്ഷൻ 23 ആൻഡ് 24, ഇൻടോക്സിക്കേഷൻ. അപ്പൊ നമുക്ക് ആദ്യം സെക്ഷൻ 23 നോക്കാം. An act is not a crime if a person was so drunk or intoxicated that they couldn't understand that what they were doing or that it was wrong, but only if the intoxication happened without their knowledge or against their will. അതായത് കള്ളു കുടിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻടോക്സിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കറിയില്ല എന്താ നമ്മൾ ചെയ്യുന്ന, ചിലപ്പോൾ നമുക്ക് നമ്മളുടെ മൈൻഡിൽ കൺട്രോൾ ഉണ്ടാകില്ല ആ ഒരു സമയത്ത് അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും കള്ളു കുടിച്ചിട്ട് പലരും ഇങ്ങനെ റോട്ടിൽ കൂടെ ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയും അല്ലെങ്കിൽ ഒരു ബോധം ഇല്ലാണ്ട് നടക്കണമൊക്കെ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഞാന് കള്ളു കുടിച്ച്, ഇപ്പൊ ഞാൻ സ്വയം കള്ളു കുടിച്ചതാണ് എന്നുണ്ടെങ്കിൽ, അതായത് എന്റെ ഇഷ്ടത്തിന് ഞാൻ കുറച്ച് കള്ളു കുടിച്ചിട്ട് ഞാൻ പോയിട്ട് ആരെങ്കിലും അടിക്കുകയോ അല്ലെങ്കിൽ ആരെയും കൊല്ലുകയോ ചെയ്തിട്ട് അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ള എക്സെപ്ഷൻ എനിക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. പക്ഷെ വേറെ ആരെങ്കിലും ഞാൻ അല്ലാണ്ട് എന്റെ പെർമിഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് എന്നെ ആരെങ്കിലും ഇൻടോക്സിക്കേറ്റ് ചെയ്ത് എന്നിട്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒഫൻസുകൾ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എന്തായിരിക്കില്ല, ഗിൽറ്റി ആകില്ല. ബിക്കോസ് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇൻടോക്സിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ആ ചെയ്യുന്ന സമയത്ത് എനിക്ക് ബോധമില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത സമയത്താണ് ഞാൻ ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എടുക്കാൻ പറ്റുന്ന ഒരു എക്സെപ്ഷൻ ആണ് ഈ ഇൻടോക്സിക്കേഷൻ. സെക്ഷൻ 23ലാണ് ഈ കാര്യം പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഇഫ് someone is secretly drugged at a party and then commits an act they don't understand, it is not an offense because they had no control over the intoxication. അതായത് മറ്റൊരാള് സീക്രട്ട്ലി ഡ്രഗ് ചെയ്തു പാർട്ടിയുടെ ഇടയ്ക്ക്, എന്നിട്ട് അയാൾ എന്തെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു ആൻഡ് അയാൾക്ക് അറിയില്ല. ബിക്കോസ് അയാള് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഡ്രിങ്കിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാല് ഇതുപോലെ മൈൻഡിൽ ഇതാകും എന്നുള്ളതൊന്നും അറിയാണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിക്കുന്നു, ഇയാൾ എന്തെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്താല് അയാൾ ഒരിക്കലും നമ്മൾ ഗിൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. സോ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഈ പറഞ്ഞ ഇൻടോക്സിക്കേഷൻ അയാൾ അറിയാണ്ടായിരിക്കണം അയാൾ കൺസ്യൂം ചെയ്യുന്നത്, എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സെപ്ഷൻ അവിടെ എടുക്കാൻ പറ്റുള്ളൂ. സെക്ഷൻ 23. ഈ സെക്ഷൻ 23 IPCയിൽ പറഞ്ഞത്, സെക്ഷൻ 85 ഓഫ് IPCയിലാണ് ഈ ഒരു സെക്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്ഷൻ 24ൽ എന്താ പറഞ്ഞതെന്നുള്ളത് നോക്കാം. If a crime requires specific knowledge or intent, a drunk person is treated as if they had that knowledge unless they were forced or tricked into getting drunk. അതായത് നോർമലി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ സ്വയം ഇഷ്ടത്തിലാണ് ഞാൻ കള്ളു കുടിച്ചിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തത്, എന്തെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതായത് കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് ഞാനത് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആ ഒരു എക്സെപ്ഷൻ എപ്പം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ആരെങ്കിലും എന്നെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ട്രിക്ക് ചെയ്ത് കുടിപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഈ ഒരു എക്സെപ്ഷൻ, സെക്ഷൻ 24ലുള്ള എക്സെപ്ഷൻ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്, ഇഫ് someone
voluntarily gets drunk and that sets a house on fire, they can't escape punishment by saying they didn't know what they were doing. But if someone spiked their drink without their knowledge, it is a different case. അല്ലെ, ഞാനിപ്പോ സ്വന്തമായിട്ട് കള്ളെടുത്ത് കുടിച്ച് ബോധമില്ലാണ്ട് പോയി ആരുടെങ്കിലും വീട് പോയി കത്തിച്ചിട്ട് അയ്യോ എനിക്ക് അറിയണ്ടായില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ അവിടെ ബോധത്തില് ഒഫൻസ് കമ്മിറ്റ് ചെയ്ത അതേ ശിക്ഷ തന്നെ എനിക്ക് അവിടെ കിട്ടും. പക്ഷെ ഇനി വേറെ ആരെങ്കിലും ഞാൻ അറിയാണ്ട് എന്റെ ഡ്രിങ്കിൽ എന്തെങ്കിലും കലർത്തിയിട്ട് എനിക്ക് തന്ന് ആ ഒരു ഇതിലാണ് ഞാൻ പോയി ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഇറ്റ്സ് എ ഡിഫറെന്റ് കേസ്. അവിടെ കഥ ഫുൾ മാറും. അതാണ് സെക്ഷൻ 24. സെക്ഷൻ 24 പറയണ ഒഫൻസ് IPC പറഞ്ഞത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 86 ഓഫ് IPC ഈ ഒരു ജനറൽ എക്സെപ്ഷൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം, കൺസെന്റ്. കൺസെന്റ് സെക്ഷൻ 25 മുതൽ 30 വരെയാണ് പറയുന്നത്. സോ ആദ്യം നമുക്ക് സെക്ഷൻ 25 നോക്കാം. Act not intended and not known to be likely to cause death or grievous hurt done by consent. Okay, ഇതാണ് സെക്ഷൻ 25. If a person aged 18 or above gives consent either clearly or by their actions to experience some harm, and the harm is not intended to cause death or serious injury, and the person causing it does not know that it is likely to cause death or serious injury, then it is not considered an offense even if harm actually happens. അതായത് ഒരാൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പം നമുക്കറിയാം, ഇപ്പം ചിലപ്പോ നമ്മൾ പണ്ടൊക്കെ കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയും എന്നെ അടിച്ചോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഉന്തിയിട്ടോ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ കുട്ടികളോ അല്ലെങ്കിൽ വലിയ ആൾക്കാരോ ഒക്കെ എന്താ സംഭവിക്കുന്ന ആ ഒരു ആഫ്റ്റർ ഇതെന്താന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും. വിത്ത് നമ്മളുടെ കൺസെന്റ് അവിടെ കൊടുത്തു, നീ അത് ചെയ്തോടാ ഞാൻ നോക്കട്ടെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ എവിടെന്നെങ്കിലും തള്ളിയിടാനോ അല്ലെങ്കിൽ അടിക്കാനോ ഒക്കെ പറയൂലേ. അപ്പൊ അവിടെ നമ്മളുടെ കൺസെന്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇപ്പൊ ഞാൻ ചിലപ്പോ അങ്ങനെ അടിച്ചിട്ട് ഒരാൾക്ക് ഗ്രീവിയസ് ഹേർട്ട് സംഭവിച്ചു, അങ്ങനെ പിന്നെ അയാൾ കൊണ്ട് കേസ് കൊടുക്കുകയാണ് എന്നെ ഇയാൾ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? ഞാൻ അങ്ങനെ അടിച്ചതല്ല, എനിക്ക് ഇയാൾ കൺസെന്റ് തന്നിട്ടുണ്ടായിരുന്നു, ആ കൺസെന്റിന്റെ പുറത്താണ് ഞാൻ അടിച്ചത് എന്നുള്ള എക്സെപ്ഷൻ എനിക്ക് അവിടെ എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇഫ് എ പേഴ്സൺ ഏജ്ഡ് 18 ഓർ എബോവ്, 18 വയസ്സ് വേണം കേട്ടോ കൺസെന്റ് കൊടുക്കാനായിട്ട്, 18 അല്ലെങ്കിൽ അതിന് മേലെയോ ഏജ് വേണം. ഗീവ്സ് കൺസെന്റ് എയ്തർ ക്ലിയർലി ആയിരിക്കണം അല്ലെങ്കിൽ ബൈ ദെയർ ആക്ഷൻസ് ആയിരിക്കും ആ കൺസെന്റ് കൊടുത്തിട്ടുണ്ടാകുക. ടു എക്സ്പീരിയൻസ് സം ഹാം, കുറച്ച് ഹാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കൺസെന്റ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദ ഹാം ഇസ് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഓർ സീരിയസ് ഇഞ്ചുറി. ആൻഡ് ഈ പറഞ്ഞ ഈ ഹാം ഉണ്ടല്ലോ, അത് കൊല്ലുന്നതോ അല്ലെങ്കിൽ സീരിയസ് ഇഞ്ചുറിക്കുള്ള കൺസെന്റ് ആയിരിക്കില്ല അവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയ എന്തെങ്കിലും ഒരു വേദന അടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു വേദനിക്കൂലേ, ആ ഒരു വേദന എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് ദ പേഴ്സൺ കോസിങ് ഇറ്റ് ഡസ് നോട്ട് നോ ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഹാം. ആൻഡ് ഈ അടിക്കാൻ പോകുന്ന ആളില്ലേ അയാളും ഇൻ ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം. ഓക്കെ, ആ ഒരു ചെറിയ വേദന ആവുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ അടിക്കുന്നത്. he does not know that it will cause death or serious injury കോസ് ചെയ്യുമെന്ന് അറിയാണ്ടായിരിക്കണം ചെയ്യുന്നത്. then it is not considered an offense. അതൊരു ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. even if harm actually happens. അതായത് ഇവിടെ രണ്ടുപേരും, ഈ അടിക്കാൻ നിന്ന ആളും അടിച്ച ആളും നല്ല രീതിയിലാണ് നിന്നത്, അതായത് ചെറിയൊരു ഹാമേ സംഭവിക്കുള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് രണ്ടാളും നിന്നതെന്നുണ്ടെങ്കിൽ ഈവൻ ഇഫ് അതിനുശേഷം ആ ഹാം കോസ് ചെയ്തതിനു ശേഷം നല്ല കുറച്ച് വലിയ ഹാം സംഭവിച്ചാലും അതൊരു ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല, ബിക്കോസ് ഇവിടെ ഓൾറെഡി കൺസെന്റ് കൊടുത്തത് കൊണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. A patient gives consent to a doctor for a surgery. The doctor performs it carefully, but the patient still suffers some pain or minor harm. This is not an offense because the patient agreed to the risk and the doctor didn't intend to harm them. അതായത് ഒരു പേഷ്യന്റ് എന്താണ്, സർജറിക്ക് വേണ്ടി ഡോക്ടറിനോട് കൺസെന്റ് കൊടുക്കുകയാണ്, ഡോക്ടറും ആ ഒരു സർജറി കെയർഫുള്ളി നടത്തി. പക്ഷെ ഓപ്പറേഷന് ശേഷം എന്താണ്, ഇയാൾക്ക് കുറച്ച് വേദന, കുറച്ചധികം വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാം സംഭവിച്ചു. എന്നിട്ട് ഇവിടെ രണ്ടാളും പേഷ്യന്റ് ഹാം സംഭവിക്കും എന്നുള്ള അറിയാം, ഇത്രയും വലിയ ഹാം അല്ല, ഇതിൽ കുഞ്ഞി ഇപ്പൊ സർജറി ആവുമ്പോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആവുമ്പോ കുറച്ച് വേദന ഉണ്ടെന്ന് അറിയാലോ. അപ്പം അത് സഹിക്കാൻ തയ്യാറായിട്ടാണ് ഓപ്പറേഷന് കയറിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഡോക്ടർ ആയാലും ഗുഡ് ഫെയ്ത്തിൽ ചെയ്തു, പക്ഷെ എന്നിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഒഫൻസ് ആയിട്ട് നമ്മൾ എടുക്കില്ല. അതാണ് ഇവിടെ ഫസ്റ്റ് സെക്ഷൻ 25 കൺസെന്റിനെ പറ്റി പറയുന്നത്.
ഇത് IPC പറഞ്ഞത് സെക്ഷൻ 87 ഓഫ് IPC-യിലാണ്. ഇനി അടുത്ത കൺസെന്റിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 26. Act not intended to cause death done by consent in good faith for person's benefit. അതായത് if a person does something in good faith with honest intention for someone's benefit and the other person has given consent clearly or understood to suffer the harm to take the risk, then it is not considered an offense as long as it is not meant to cause death. അതായത് ഇവിടെയും എന്താണ് ഇൻ ഗുഡ് ഫെയ്ത്തില് ഒരാൾ എന്താണ് ഫോർ സംവൺസ് ബെനിഫിറ്റ്, മറ്റൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ദി അതർ പേഴ്സൺ കൺസെന്റ് കൊടുക്കുകയാണ്. ഈ പറഞ്ഞ കൺസെന്റ് എന്തായിരിക്കണം? ക്ലിയർലി അല്ലെങ്കിൽ ഏതെങ്കിലും ജെസ്റ്റർ വഴിയോ, അതായത് മറ്റേ ആൾക്ക് മനസ്സിലാകണം കൺസെന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്തിനാണ് കൺസെന്റ് കൊടുക്കുന്നത്? ടു സഫർ ദി ഹാം ഓർ ടേക്ക് ദ റിസ്ക്. ആ ഒരു ഹാം അല്ലെങ്കിൽ റിസ്ക് എടുക്കാം എന്നുള്ള ഒരു കൺസെന്റ് കൊടുത്തു. എന്നിട്ട് എന്തെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ആയി പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും അതിലും കൂടുതൽ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലും അതൊരു ഒഫൻസ് ആയിട്ട് എടുക്കില്ല. ബിക്കോസ് അവിടെ കൺസെന്റ് കൊടുത്തു. പക്ഷെ എന്തായിരിക്കണം? ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് മെന്റ് ടു കോസ് ഡെത്ത് സംഭവിക്കരുത്. സോ ഇവിടുത്തെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത് ദി ആക്ട് മസ്റ്റ് ബി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി പേഴ്സൺ ഹാംഡ്. അതായത് ആർക്കാണോ ഇവിടെ ആ ഒരു പരിക്ക് പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ഹാം സംഭവിച്ചിട്ടുള്ളത്, ആ പേഴ്സന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ദ പേഴ്സൺ മസ്റ്റ് ഹാവ് എഗ്രി ടു ഇറ്റ്. ആൻഡ് ഈ ഹാം സംഭവിച്ച ആളുണ്ടല്ലോ, അത് അയാള് പറഞ്ഞിട്ടുണ്ടാകണം, ഓക്കെ എന്റെ കൺസെന്റ് ഉണ്ട്, ചെയ്തോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാകണം. ദി ആക്ട് മസ്റ്റ് ബി ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. ഈ ചെയ്യണ ആള്, ഈ ഹാം ചെയ്ത ആളുണ്ടല്ലോ, അയാള് ഗുഡ് ഫെയ്ത്തിലായിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഇന്റന്റ് ടു കോസ് ഡെത്ത്. അയാൾക്ക് ഇയാളെ കൊല്ലണം എന്നുള്ളൊരു ഉദ്ദേശത്തിലേ ആയിരിക്കരുത് ചെയ്തിട്ടുണ്ടാവുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. A doctor performs surgery on a patient. The patient consents to the surgery knowing there is some risk involved. If the doctor acts in good faith and the intent is not to cause death, it is not an offense even if harm occurred during surgery. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ആണ് ഇവിടെയും പറയുന്നത്. ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിന് സർജറി ചെയ്യുകയാണ്. ആൻഡ് പേഷ്യന്റ് ഇവിടെ കൺസെന്റ് കൊടുത്തു. അയാൾക്കറിയാം കുറച്ച് റിസ്ക് ഇവിടെ ഇൻവോൾവഡ് ആയിട്ടുണ്ട് എന്ന് അറിയാം. ആൻഡ് ഇഫ് ദ ഡോക്ടർ ഗുഡ് ഫെയ്ത്തിൽ ആക്ട് ചെയ്തു ആൻഡ് ഡോക്ടറിന് ഇവിടെ എന്താണ് ഡെത്ത് കോസ് ചെയ്യരുത് എന്നുള്ളൊരു ഉദ്ദേശമേ ഇല്ല, അങ്ങനെയാണ് അയാൾ അത് ചെയ്തത് എന്നുണ്ടെങ്കിൽ, എന്നിട്ട് കുറച്ച് ഹാം സംഭവിച്ചാൽ പോലും അതൊരു ഒഫൻസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അത് സെക്ഷൻ 26 ഓഫ് BNS ആണ്. IPC പറഞ്ഞ സെക്ഷൻ 88 ഓഫ് IPC ആണ്. അതായത് ഇവിടെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സെക്ഷൻ 25 26. 25 പറയുന്നത് ആക്ട് നോട്ട് ഇന്റൻഡഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹേർട്ട് ഡൺ ബൈ കൺസെന്റ് ആണ് പറയുന്നത്. 26 പറയുന്നത് ആക്ട് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്. മറ്റേടത്ത് ഡെത്ത് അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് വരുന്നുണ്ട്. ഇവിടെ പറയുമ്പോൾ ഡെത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, മറ്റേടത്ത് ഗ്രീവിയസ് ഹേർട്ടും കൂടി വരും. ഇനി നമ്മൾ നോക്കുന്നതാണ് സെക്ഷൻ 27 ഓഫ് BNS. സെക്ഷൻ 27 പറയുന്നത് ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് ചൈൽഡ് ഓർ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ബൈ ഓർ ബൈ കൺസെന്റ് ഓഫ് ഗാർഡിയൻ. If something is done in good faith for the benefit of a child under 12 years or for a person of unsound mind, and it is done with the permission, express or implied, of their guardian or lawful caretaker, then it is not considered an offense even if it causes harm or is likely to cause harm. അതായത് ഇപ്പൊ നമുക്കറിയാം 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് പേഴ്സൺ എന്താണ്, അവർക്കൊന്നും കൺസെന്റ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് ഒന്നും നമ്മളുടെ ലീഗൽ കൺസെന്റ് അല്ലെങ്കിൽ വാലിഡ് കൺസെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് ഇവർക്ക് വേണ്ടി കൺസെന്റ് കൊടുക്കുന്നത്? അവരുടെ ലീഗൽ ഗാർഡിയൻ അല്ലെങ്കിൽ അവരുടെ ലീഗൽ എയേഴ്സ് ആയിരിക്കും ഇവർക്കുള്ള, ലീഗൽ എയേഴ്സ് അല്ല സോറി, ലീഗൽ ഗാർഡിയൻസ് ആണ് ഇവർക്കുള്ള കൺസെന്റ് കൊടുക്കുന്നത്. ലീഗൽ എയർ വരണമെങ്കിൽ മരിച്ചതിന് ശേഷമൊക്കെയാണ് ലീഗൽ എയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ മരിച്ചിട്ടില്ലല്ലോ, 12 ഇയേഴ്സ് അല്ലെങ്കിൽ അൺസൗണ്ട് പേഴ്സന്റെ കാര്യമല്ലേ പറയുന്നത്. സോ ലീഗൽ ഗാർഡിയൻ ആയിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ പറഞ്ഞ പെർമിഷൻ അല്ലെങ്കിൽ കൺസെന്റ് കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു കൺസെന്റ് എന്തായിരിക്കണം? എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് കൺസെന്റ് ആയിരിക്കണം. ആൻഡ് എന്നിട്ടാണ് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല.
However, this does not apply. ഇത് എവിടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല? ഇന്റൻഷനലി കോസിങ് ഡെത്ത് ഓർ ട്രൈങ് ടു കോസ് ഡെത്ത്. അതായത് ഇന്റൻഷനലി ആ ഒരു കുട്ടീനെ അല്ലെങ്കിൽ ആ ഒരു അൺസൗണ്ട് പേഴ്സണെ കൊല്ലണം എന്നുള്ള ഇന്റൻഷനോടുകൂടി ചെയ്യുകയാണ്, എന്നിട്ട് അയാൾ മരിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് ഗ്രീവിയസ് ഹേർട്ട് സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഈ ഒരു എക്സെപ്ഷൻ പറയാൻ പറ്റില്ല. Doing anything that is likely to cause death unless it's to prevent death, serious injury or cure a serious disease or condition. അതായത് ഡെത്ത് സംഭവിക്കാനും മാത്രമുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു. അതായത് ഇതൊക്കെ കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഡോക്ടേഴ്സിന്റെ ഇതിലാണ്. അതായത് നമുക്കറിയാം ഇപ്പോ ചിലപ്പോ സർജറിക്ക് മുന്നേ ഡോക്ടേഴ്സ് ഒന്ന് പറയില്ലേ ഒരു 50% ചാൻസേ ഉള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 70% ചാൻസ് ഇല്ല, ഒരു 30% ചാൻസ് ഉള്ളൂ എന്നൊക്കെ പറയില്ലേ. സോ അതാണ് ഇവിടെ, അത് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. ഡൂയിങ് എനിത്തിങ് ദാറ്റ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്. ചിലപ്പോൾ അത് ചെയ്താൽ മരണം സംഭവിക്കാം, പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അൺലെസ് ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ഡെത്ത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡെത്ത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സീരിയസ് ഇഞ്ചുറി, അല്ലെങ്കിൽ ക്യൂർ എ സീരിയസ് ഡിസീസ്. ഒരു സീരിയസ് ഡിസീസ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതൊരു ഒഫൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോ അതിനുള്ള ഇതാണ്, അതായത് ഡൂയിങ് എനിത്തിങ് ദാറ്റ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്. അത് ചെയ്താൽ ചിലപ്പോ ഡെത്ത് സംഭവിക്കാം, പക്ഷെ അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേറെന്തെങ്കിലും കാരണം ഡെത്ത് ഉണ്ടാകാതിരിക്കാനോ, അല്ലെങ്കിൽ ഒരു സീരിയസ് ഇഞ്ചുറി മാറ്റാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ഡിസീസ് ക്യൂർ ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ ആണ് voluntarily causing serious injury, grievous hurt or trying to cause it unless it's to prevent death or serious injury or to cure a serious illness. അതായത് വോളണ്ടറിലി ഒരാളെ ഗ്രീവിയസ് ഹേർട്ട് ഏൽപ്പിക്കുകയാണ്. അതായത് അറിഞ്ഞുകൊണ്ട് ഒരാളെ ഗ്രീവിയസ് ഹേർട്ട് ഇതാക്കുന്നു, അയാളുടെ മേത്ത് ആക്കുന്നു, അല്ലെങ്കിൽ ട്രൈങ് ടു കോസ് ഇറ്റ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അൺലെസ് ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ഡെത്ത് ഓർ സീരിയസ് ഇഞ്ചുറി. അൺലെസ് അത് എന്തായിരിക്കണം? ആ ഒരു ഡെത്ത് പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ സീരിയസ് ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, ഓർ ടു ക്യൂർ എ സീരിയസ് ഇൽനെസ്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് ജസ്റ്റ് ഒന്ന് ഈ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാത്രം എക്സാമ്പിൾ, എന്റെ തലയിൽ ഇപ്പൊ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഒരാളിപ്പം ഷോക്ക് ഏക്കാന്ന് വിചാരിച്ചു. മറ്റേ മൂവി, ഒരു ജയറാമിന്റെ മൂവി നമ്മൾ കണ്ടിട്ടില്ല, ഒരാൾക്ക് ഇങ്ങനെ ഷോക്ക് അടിക്കുമ്പോൾ വേറൊരാള് ഏതെങ്കിലും പെട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റിക്കൊക്കെ എടുത്ത് വന്നിട്ട് അയാൾ അടിച്ച് മാറ്റുന്നു. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? അയാള് ഷോക്ക് അടിച്ച് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സാധനം എടുത്ത് അയാൾ അടിക്കുന്നത്. അപ്പൊ ശരിക്കും ചിലപ്പോ ഈ അടിച്ച് ചിലപ്പോൾ അയാൾ മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും? അതൊരു കുറ്റായി മാറില്ലേ? പക്ഷെ അപ്പൊ നമുക്ക് കോടതിയിൽ പറയാം ദാറ്റ് ഞാൻ അയാളെ ഷോക്ക് അടിച്ച് മരിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു വെപ്രാളത്തിലെടുത്ത് അടിച്ചതാണ്, അപ്പൊ ചിലപ്പം അടി മാറി തലയിൽ അടിച്ച് അയാൾ മരിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്കതൊരു എക്സെപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം. അതൊരു ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് ഓർത്തു വെച്ചോ. ഇനി അടുത്തൊരു പോയിന്റ് ആണ് helping or encouraging, abetting any offense that does not fall under this protection. അതായത് ഈ പ്രൊട്ടക്ഷന്റെ അണ്ടറിൽ വരാത്ത ഏതെങ്കിലും ഒരു ഒഫൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ എൻകറേജ് ചെയ്യാണ്. അബെറ്റ് ചെയ്യാന്ന് വെച്ചാല് ഒരാളെ ഇപ്പൊ നമ്മളായിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ വേറൊരാളെ ഇങ്ങനെ പ്രേരിപ്പിക്കുമല്ലോ, നീ അത് ചെയ്തോ, നിന്നെ കൊണ്ട് അത് പറ്റും എന്നൊക്കെ പറഞ്ഞ അയാളെ കൊണ്ട് കുറ്റം ചെയ്യിപ്പിക്കുന്നതിനാണ് അബെറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതാണ് നാലാമത്തത്, ഹെൽപ്പിംഗ് ഓർ എൻകറേജിങ് എനി ഒഫൻസ് ദാറ്റ് ഡസ് നോട്ട് ഫോൾ അണ്ടർ ദിസ് പ്രൊട്ടക്ഷൻ. ഈ പ്രൊട്ടക്ഷന്റെ അണ്ടറിൽ വരാത്ത ഏതെങ്കിലും ഒഫൻസ് മറ്റൊരാളെ കൊണ്ട് നമ്മൾ എൻകറേജ് ചെയ്ത് ചെയ്യിപ്പിച്ചാലും, അബറ്റ്മെന്റ് ഇസ് ഓൾസോ ആൻ ഒഫൻസ്. ഓക്കെ, നമ്മൾ മറ്റൊരാളെ കൊണ്ട് എൻകറേജ് ചെയ്യിപ്പിച്ച് അയാളെ കൊണ്ട് കുറ്റം ചെയ്യിപ്പിച്ചാലും നമുക്കും അതിന്റെ അബറ്റ്മെന്റിനുള്ള കുറ്റം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ ആണ്, a doctor gives a patient a painful injury to a child to cure a serious disease. It's not an offense because it's done in good faith for the child's benefit and with the guardian's consent. എന്താണ്? ഡോക്ടർ ഒരു പെയിൻഫുൾ ഇഞ്ചക്ഷൻ ഒരു കുട്ടിക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്. അയാൾ എന്തിനാണ് അത് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ കുട്ടീനെ ഗുഡ് ഫെയ്ത്തിൽ, ആ കുട്ടീന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഗാർഡിയന്റെ കൺസെന്റോട് കൂടിയാണ് ചെയ്തത്. അപ്പൊ എന്തല്ല, ആ ഡോക്ടർ ചെയ്തത് ഒരു ഒഫൻസ് അല്ല. But if someone knowingly causes serious harm or death without medical or protective reason, it will be an offense even if the guardian agreed. അതായത് നമുക്ക് ഇപ്പോ കുറച്ച് കേസസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ, അതായത് ലീഗലി അല്ലെങ്കിൽ മെഡിക്കൽ
മെഡിക്കലി പ്രൂവ്ഡ് അല്ലാത്ത പല കാര്യങ്ങളും ഈ പറഞ്ഞ പാരന്റ്സോ അല്ലെങ്കിൽ ഗാർഡിയൻസോ കുട്ടികൾക്ക് എന്ത് ചെയ്യും, അവർക്ക് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്താലോ അസുഖം മാറും എന്ന് പറഞ്ഞാൽ അത് സയന്റിഫിക്കലി പ്രൂവനോ അതൊന്നും ആയിരിക്കില്ല. അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഈ പച്ചമരുന്നുകളൊക്കെ കൊടുത്ത് അങ്ങനൊക്കെ കുറെ കേട്ടിട്ടില്ലേ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, നോയിങ്ലി കോസസ് സീരിയസ് ഹാം. അത് അത് അറിഞ്ഞുകൊണ്ട് നോയിങ്ലി സീരിയസ് ഹാം നടത്തണം, അല്ലെങ്കിൽ കുട്ടീന്റെ ഡെത്ത് സംഭവിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് റീസൺ ആക്കാണ്ടിരിക്കുകയാണെങ്കിൽ അതും ഒരു ഒഫൻസ് ആണ്, ഈവൻ ഇഫ് അവിടെ ഗാർഡിയന്റെ എഗ്രിമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ ഒരു സെക്ഷൻ 27 ഓഫ് BNS IPC പറഞ്ഞത് ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 89 ഓഫ് IPC ഈ ഒരു സെക്ഷൻ പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 28, കൺസെന്റ് നോട്ട് ടു ബി ഗിവൻ അണ്ടർ ഫിയർ ഓർ മിസ്കൺസെപ്ഷൻ. A consent is not valid under the law in the following case. If a person gives consent because of fear or because they were misled with and the person doing the act knows or has reason to believe that the consent was given due to fear or misunderstanding. അതായത് ഈ പറഞ്ഞ കൺസെന്റ് എന്ന് പറഞ്ഞൊരു സാധനം എന്താ, നമുക്ക് എവിടെയും എടുക്കാൻ പറ്റുന്ന ഒരു എക്സെപ്ഷൻ ആണല്ലേ. നമ്മളുടെ മേലെ ഒരു ഒഫൻസ് വന്നാൽ ഞാൻ ചെയ്തത് അയാളുടെ കൺസെന്റോട് കൂടിയാണെന്ന് പറഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റുന്ന ഒരു വാലിഡ് എക്സെപ്ഷൻ ആണ്. പക്ഷേ ഈ പറഞ്ഞ കൺസെന്റ് അപ്പൊ എന്ത് ചെയ്യും, പല ആൾക്കാരും മിസ്യൂസ് ചെയ്യും. എങ്ങനെ? ആ ചെയ്ത ആള്, ഐ മീൻ ആ ഹാം വരുത്തിയ ആളെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിച്ചിട്ടോ ആയിരിക്കും ഈ പറഞ്ഞ കൺസെന്റ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന കൺസെന്റുകൾ ഒന്നും എന്തല്ല, വാലിഡ് കൺസെന്റ് അല്ല. ഇഫ് എ പേഴ്സൺ ഗീവ്സ് കൺസെന്റ് ബിക്കോസ് ഓഫ് ഫിയർ, പേടി കൊണ്ടോ അല്ലെങ്കിൽ ബിക്കോസ് ദേ വെർ മിസ്ലെഡ്, ഇത് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഫ്രോഡ് കാണിച്ചിട്ടാണ് കൺസെന്റ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് ദ പേഴ്സൺ ഡൂയിങ് ദ ആക്ട്, അതായത് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞിട്ടോ കൺസെന്റ് വാങ്ങിയിട്ട് എനിക്കറിയാം അയാൾ എനിക്ക് കൺസെന്റ് തന്നത് ഞാൻ ആ ചെയ്ത കാരണം കൊണ്ടാണ് എനിക്ക് കൺസെന്റ് തന്നത്, അതായത് ഞാൻ പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞിട്ടാണ് എനിക്ക് ആ കൺസെന്റ് തന്നതെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസെന്റ് വാലിഡ് കൺസെന്റ് അല്ല. ഇഫ് ദ പേഴ്സൺ ഗിവിംഗ് കൺസെന്റ് ഈസ് മെന്റലി, അത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മെന്റലി അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഡ്രങ്ക് അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആള് തരുന്ന കൺസെന്റ് എന്തല്ല, അതൊരു വാലിഡ് കൺസെന്റ് അല്ല. കാണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ എഗ്രീങ്, അതായത് എന്തിനാണ് അവർ സമ്മതിക്കുന്നത് എന്നുള്ള ബോധം പോലും ഇല്ലാത്ത ഒരാളുടെ കൺസെന്റ് എന്തല്ല, വാലിഡ് കൺസെന്റ് അല്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് ആണ്, ഇഫ് ദ പേഴ്സൺ ഈസ് അണ്ടർ 12 years ഓഫ് ഏജ്, 12 വയസ്സിന് താഴെ ഒരു കുട്ടിയുടെ കൺസെന്റും എന്തല്ല, അൺലെസ് ദ ലോ ക്ലിയർലി അലോസ് ഇറ്റ്, അല്ലെങ്കിൽ ലോ അവിടെ അലോ ചെയ്യണം. ഓക്കെ, 12 ഈ ഒരു കേസിൽ അത് അലോ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് കൺസെന്റ് ആയിട്ട് എടുക്കുള്ളൂ, അല്ലെങ്കിൽ അതൊരു വാലിഡ് കൺസെന്റ് അല്ല. ഇനി കൺസെന്റ് ഇസ് നോട്ട് റിയൽ ഓർ നോട്ട് ലീഗലി വാലിഡ് ഇഫ്, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടി ചുരുക്കി പറയുകയാണ്. ഓക്കെ, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയാണ്, കൺസെന്റ് റിയൽ കൺസെന്റ് അല്ല എപ്പോഴൊക്കെയാണ്, ഇറ്റ്സ് ഗിവൻ ഔട്ട് ഓഫ് ഫിയർ ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ്, പേടി കൊണ്ടോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയോ തരുന്ന കൺസെന്റുകളൊന്നും വാലിഡ് കൺസെന്റ് അല്ല. ദ പേഴ്സൺ ഈസ് മെന്റലി അൺഫിറ്റ്, അതായത് മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളുടെ കൺസെന്റ്, അല്ലെങ്കിൽ ഡ്രങ്ക് ആയിരിക്കണം, അതായത് അയാൾക്ക് ബോധമില്ലാത്ത സമയത്ത് തരുന്ന കൺസെന്റുകളൊന്നും കൺസെന്റ് അല്ല. അതുപോലെ 12 വയസ്സിന് താഴെ ഒരു കുട്ടിയുടെ കൺസെന്റും കൺസെന്റ് ആയിട്ട് നമ്മൾ എടുക്കില്ല, വാലിഡ് കൺസെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതാണ് സെക്ഷൻ 28 ഓഫ് BNS നമ്മൾ പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്താ, ഇഫ് someone agrees to something because they were threatened or tricked or are too drunk to think clearly, that consent does not count under the law. അപ്പം 28 ഓഫ് BNS IPC പറഞ്ഞത് സെക്ഷൻ 90 ഓഫ് IPC പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എടുക്കുന്ന അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 29, exclusion of acts which are offenses independently of harm caused. അതായത് the exceptions in section 25, 26 and 27 do not apply to acts that are crimes on their own, even if the person gives consent or someone else gives consent on their behalf. അതായത് നമ്മളിപ്പം ഈ പറഞ്ഞ സെക്ഷൻ 25, 26, 27 ഓരോ കൺസെന്റുകൾ പറഞ്ഞിട്ടില്ലേ, അതിന്റെ എക്സെപ്ഷൻസ്, ആ കൺസെന്റ് ഒക്കെ നമുക്ക് എക്സെപ്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. എന്താ 25 എന്താ പറഞ്ഞത്, ചെറിയ ഒരു ഹാം
കോസ് ചെയ്യാൻ വേണ്ടി ഒരാൾ കൺസെന്റ് കൊടുക്കുന്നു, പക്ഷെ അവിടെ ഗ്രീവിയസ് ഹേർട്ടോ അല്ലെങ്കിൽ ഡെത്ത് അല്ലാതെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതൊരു ഒഫൻസ് ആയിട്ട് എടുക്കില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ കൺസെന്റ് കൊടുക്കുന്ന സമയത്തെ നമുക്കറിയാം ദാറ്റ് ഈ ചെയ്യാൻ പോകുന്നത് വലിയ ഒരു ഒഫൻസ് ആണ്. അതായത് ഇപ്പൊ ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സീരിയസ് ഗ്രീവിയസ് ഹേർട്ട് സംഭവിപ്പിക്കാനോ വേണ്ടിയിട്ട് ഞാൻ കൺസെന്റ് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരാളോട് പറയാം, ഓക്കെ എന്നെ കൊന്നോ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല, എന്റെ കൺസെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു ഒരാൾക്ക് കൺസെന്റ് കൊടുത്താലും അതൊരു വാലിഡ് കൺസെന്റ് അല്ല. സോ ഡു നോട്ട് അപ്ലൈ ടു ആക്ട്സ് ദാറ്റ് ആർ ക്രൈംസ് ഓൺ ദെയർ ഓൺ. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ദെയർ ഓൺ അതൊരു കുറ്റമാണ്. അതിന് നമ്മൾ കൺസെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. That if an act is already a crime, like theft or rape, ഒരു മോഷണമോ അല്ലെങ്കിൽ റേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇത് ഓൾറെഡി ഒരു ക്രൈം ആണ്. ഇറ്റ് റിമെയിൻസ് എ ക്രൈം ഈവൻ ഇഫ് ദ വിക്ടിം എഗ്രീസ് ടു ഇറ്റ് ഓർ സമ്മൺ എൽസ് എഗ്രീസ് ഫോർ ദം. അതായത് ഇപ്പോ ആ വിക്ടിം തന്നെ ഓക്കെ എന്റെ കൺസെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും, അത് നമുക്ക് ഇത് വേണമെങ്കിൽ 18 ഇയേഴ്സിന് താഴെ ഒരു കുട്ടീനെ റേപ്പ് ചെയ്യുന്ന കാര്യം എടുത്താൽ മതി. ചിലപ്പോൾ ആ കുട്ടി കൺസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരു കൺസെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. വൈ? ബിക്കോസ് അത് 18 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അല്ലെ 18 വയസ്സിന് അടിയിലുള്ള ഒരു കുട്ടി ആയതുകൊണ്ട്. അത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഓർത്തു വെക്കാം. സോ കൺസെന്റ് കനോട്ട് മേക്ക് സച്ച് ആക്ട് ഇല്ലീഗൽ. അതായത് ഓൾറെഡി ഒരു ക്രൈം ആയിട്ടുള്ളതിന് നമ്മൾ ഒരിക്കലും കൺസെന്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് നമുക്കത് മാറ്റാൻ പറ്റില്ല. എക്സാമ്പിൾ, ഇഫ് someone consents to being seriously harmed just for fun or money, it doesn't matter if the act is a crime by itself, then consent won't make it legal. അപ്പൊ നമ്മൾ നേരത്തെ ഈ 25-ലും 26-ലൊക്കെ പറഞ്ഞിട്ടുള്ളത് ചെറിയ ചെറിയ ഹാമുകളുടെ കാര്യമാണ്. ഓക്കെ, നമ്മൾ ആ ഒരു ചെറിയ ഹാം സഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൺസെന്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സീരിയസ്, അതായത് ഒരു ഗ്രീവിയസ് ഹേർട്ട് സംഭവിക്കാൻ വേണ്ടി നമ്മൾ ഫണ്ടിനോ അല്ലെങ്കിൽ പൈസക്കോ നമ്മളത് ഓക്കെ കുഴപ്പമില്ല എന്നെ കൊന്നോ അല്ലെങ്കിൽ എന്നെ അത്രയും ഹാം എന്റെ കയ്യോ കാലോ ഓടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൺസെന്റ് കൊടുത്താലും അതൊരു വാലിഡ് കൺസെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതിന് അപ്പം മറ്റേ സെക്ഷന്റെ ഒക്കെ ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് സെക്ഷൻ 29 വരുന്നത്. ഇനി ഇത് IPC സെക്ഷൻ 91 ഓഫ് IPC ആണ് ഈ ഒരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളുടെ കൺസെന്റിനകത്തുള്ള ലാസ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 30. An act in good faith for benefit of a person without consent. അതായത് if something is done in good faith for the benefit of a person, it is not an offense even without their consent in the following situation. അതായത് ഞാനിപ്പോ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ നന്മയ്ക്ക് അയാളുടെ ബെനിഫിറ്റിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണ് വിത്തൗട്ട് ദെയർ കൺസെന്റ്, അവരുടെ കൺസെന്റ് ഇല്ലാണ്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഇൻ ഗുഡ് ഫെയ്ത്ത് ഞാനൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പൊ ഏതൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ സമയത്താണ് ഈ കൺസെന്റ്, അവരുടെ കൺസെന്റ് ഇല്ലാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഒഫൻസ് ആകാത്തെന്ന് നോക്കാം. ദ പേഴ്സൺ കനോട്ട് ഗീവ് കൺസെന്റ് ലൈക്ക് അൺകോൺഷ്യസ് ഓർ മെന്റൽ ഇൻകപ്പാസിറ്റി. അതായത് ചിലപ്പോൾ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ആളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു, ചിലപ്പോൾ അയാളുടെ വീട്ടിൽ അയാൾ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുമായിരിക്കും. അപ്പം അയാളെ ആരെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ഒരു പെൺകുട്ടീനെ ആരെങ്കിലും റേപ്പ് ചെയ്യാൻ വരുന്നു, ആ കുട്ടിയോടെ അൺകോൺഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ ആ കുട്ടി മെന്റലി സ്റ്റേബിൾ അല്ലാത്തൊരു കുട്ടിയാണ്, ചിലപ്പോൾ അതിന് അറിയില്ലായിരിക്കും അത് എന്തിനാണ് കൺസെന്റ് കൊടുക്കുന്നത് എന്നുള്ളത് അറിയാതെ നിൽക്കുമ്പോൾ ഞാനത് കണ്ടിട്ട് എന്താണ് ഓടിപ്പോയിട്ട് ആ വീട് ചിലപ്പോൾ പൂട്ടിട്ടേക്കുന്ന വീടായിരിക്കും, ഞാൻ അത് വീട് വാതിലൊക്കെ തല്ലിപ്പൊട്ടിച്ച് ഉള്ളിൽ കയറി അതിനെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ അവിടെ ആക്ച്വലി ഞാൻ അവിടെ ട്രസ് പാസ് ചെയ്തു, അതുപോലെ തന്നെ വാതില് തല്ലിപ്പൊട്ടിച്ചു, അതൊക്കെ ഒരു ഒഫൻസ് അല്ലേ. പക്ഷെ ഞാനത് ആ കുട്ടീന്റെ കൺസെന്റ് ഇല്ലാതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതും, പക്ഷെ ആ കുട്ടീനെ രക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് കൺസെന്റ് ഫ്രം എ ഗാർഡിയൻ ഓർ ലോഫുൾ കെയർ ടേക്കർ ഇൻ ടൈം. അതായത് ഇപ്പോ ഈ ഒരു ആക്സിഡന്റ് ഒക്കെ നടന്ന് പെട്ടെന്ന് ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ഓപ്പറേഷൻ ചെയ്തോട്ടെ എന്നുള്ളത് ഡോക്ടേഴ്സ് ആദ്യം കൺസെന്റ് ഒപ്പിട്ട് വാങ്ങണമല്ലോ. പക്ഷെ അതിനുള്ള സമയമില്ല, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവൻ വരെ പോകാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ വിത്തൗട്ട് ദി കൺസെന്റ് ആ കുട്ടീന്റെ ഗുഡ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാം, അതൊരു ഒഫൻസ് ആയിട്ട് എടുക്കില്ല. ഹൗഎവർ ദിസ് റൂൾ ഡസ് നോട്ട് അപ്ലൈ. ഈ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യില്ല എപ്പോഴൊക്കെയാണ്? ഇന്റൻഷനലി കോസിങ് ഡെത്ത് ഓർ ട്രൈങ് ടു കോസ് ഹാം. ഒരാളെ ഇന്റൻഷനലി കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ഡെത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഒന്നെങ്കിൽ കൊന്ന് അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, എന്നിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഡൂയിങ് സംതിങ് ദാറ്റ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് അൺലെസ് ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ഡെത്ത് ഓർ സീരിയസ് ഇഞ്ചുറി. അതായത് എന്തെങ്കിലും ഡെത്ത് സംഭവിക്കാൻ എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്ത്, ഇപ്പൊ ഞാനൊരു തലയ്ക്ക് അടിച്ചാൽ എന്താണ് അവിടെ അറിയാം, തലയ്ക്ക് അടിച്ചാൽ അയാളുടെ ഡെത്ത് സംഭവിക്കും എന്നുള്ളത് അറിയാം.
പക്ഷേ ഞാൻ തലക്കടിച്ച് നേരത്തെ പറഞ്ഞ ഷോക്കിന്റെ കാര്യം ആലോചിച്ചാൽ മതി. അൺലെസ് ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ഡെത്ത് ഓർ സീരിയസ് ഇഞ്ചുറി ഓർ ടു ക്യൂർ എ സീരിയസ് ഇൽനെസ്. അല്ലെങ്കിൽ ഇന്റൻഷനലി കോസിങ് ഇഞ്ചുറി, അൺലെസ് ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ഡെത്ത് ഓർ ഇഞ്ചുറി. ഇന്റൻഷനലി അയാളുടെ ഇഞ്ചുറി കോസ് ചെയ്യിപ്പിക്കുന്നു, പക്ഷെ അത് എന്തിനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അയാളുടെ ഡെത്തോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹെൽപ്പിംഗ് ഓർ എൻകറേജിങ് എനി ക്രൈം ദാറ്റ് ഇസ് ഇൻ പ്രൊട്ടക്റ്റഡ് ബൈ ദിസ് എക്സെപ്ഷൻ. അത് നേരത്തെ പറഞ്ഞ ഈ പോയിന്റ്സ് ആണ് ഇവിടെയും ഈ ഒരു സെക്ഷൻ രണ്ടിലും പറഞ്ഞിട്ടുള്ളത്. ഇനി യു ക്യാൻ ഡു സംതിങ് ഹാർംഫുൾ വിത്തൗട്ട് സംവൺസ് കൺസെന്റ്. അതായത് ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഇല്ലേ, ഈ പോയിന്റ്സ് സിമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ് ഇവിടെ. യു ക്യാൻ ഡു സംതിങ് ഹാർംഫുൾ വിത്തൗട്ട് സംവൺസ് കൺസെന്റ് ഇഫ് എന്തിനു വേണ്ടി? ഇറ്റ്സ് ഫോർ ദെയർ ബെനിഫിറ്റ്. ആ ഒരു പേഴ്സന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം. they can't give consent. അവർക്ക് കൺസെന്റ് തരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്, അതായത് അൺകോൺഷ്യസ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം. ആൻഡ് യു കാൻ ഗെറ്റ് കൺസെന്റ് ഇൻ ടൈം ഫോർ എനിവൺ എൽസ്. അതായത് ഒരു ഗാർഡിയനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കൺസെന്റ് വാങ്ങാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾക്ക് വേണ്ടി ചെയ്യാം. ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് നോട്ട് എ ക്രൈം, ഇറ്റ് ഇസ് നോട്ട് മെന്റ് ടു കോസ് ഡെത്ത്, സീരിയസ് ഹാം ഓർ സപ്പോർട്ട് എ ക്രൈം. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കരുത്? അയാളുടെ ഡെത്ത് സംഭവിക്കണമെന്നോ അല്ലെങ്കിൽ അയാൾക്ക് സീരിയസ് ഹാം സംഭവിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ക്രൈം സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ആ ഒരു ഇന്റൻഷനോട് കൂടി അല്ല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതൊരു ക്രൈം അല്ല. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചുരുക്കി ഈ പോയിന്റ്സ്, കുഞ്ഞി പോയിന്റ്സിൽ പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. If someone is unconscious in an accident and a doctor performs emergency surgery to save them, it's not an offense, even though there was no consent, because it was done in good faith and to save the person's life. അല്ലെ, ഒരു ഡോക്ടർ പെട്ടെന്ന് ഒരാളെ ആക്സിഡന്റ് ആയിട്ട് വരുന്ന ഒരാളെ പെട്ടെന്ന് എമർജൻസി സർജറി ചെയ്യണം, അവിടെ ആരുടെയും കൺസെന്റ് വാങ്ങിക്കാനില്ല, അല്ല ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു സർജറി നടത്തുന്നത് ഒരു ഒഫൻസ് അല്ല. ബിക്കോസ് ഡോക്ടർ ഗുഡ് ഫെയ്ത്തിൽ അയാളുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് an offense. ഓക്കെ, ഇത് സെക്ഷൻ 30 ഓഫ് BNS-ലാണ് പറഞ്ഞിട്ടുള്ളത്. IPC-ല് ദിസ് വാസ് സെക്ഷൻ 92 ഓഫ് IPC. ഇനി അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്, സെക്ഷൻ 31. If someone says something honestly in good faith for another person's benefit, it's not an offense even if it hurts the other person. Telling the truth or giving to help someone is not a crime even if the person feels hurt by it. അതായത് ഇപ്പോ നമുക്കറിയാം ട്രൂത്ത് ഹേർട്സ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ഇൻ ഗുഡ് ഫെയ്ത്തിൽ ഞാൻ ഒരാളെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സത്യം ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഈവൻ ഇഫ് ആ കാര്യം കേൾക്കുന്ന ആൾക്ക് കുറച്ച് വിഷമം സംഭവിച്ചാലും അതൊരു ഒഫൻസ് അല്ല. ഓക്കെ, അതായത് അയാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക, ഈ അഡ്വൈസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ട്രൂത്ത് പറഞ്ഞിട്ടുണ്ടാവുകയോ ചെയ്യുക. പക്ഷെ അത് കാരണം അയാൾക്ക് കുറച്ച് വിഷമം വന്നു, പക്ഷെ അത് ഗുഡ് ഫെയ്ത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് അല്ല. അതാണ് കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്, സെക്ഷൻ 31. ഒരു എക്സാമ്പിൾ ആണ്, ഡോക്ടർ ടെൽസ് ദ പേഷ്യന്റ് ദാറ്റ് ദേ ഹാവ് എ സീരിയസ് ഇൽനെസ്. Even if the news upsets the patient, it's not an offense because it was said truthfully and for the patient's good. അതായത് ഡോക്ടർ എന്താണ് പേഷ്യന്റിനോട് പറയണം, നിങ്ങൾക്ക് ഒരു ഇപ്പം ക്യാൻസർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്താ ചിലപ്പോ അത് കേട്ട് വിഷമം വന്ന് വേറെ എന്തെങ്കിലും ഒക്കെ വരും. പക്ഷെ എന്നാലും ഡോക്ടർ എന്തിനാണ് പറഞ്ഞത്? ഇയാള് പ്രിക്കോഷ്യസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സോ ഈവൻ ഇഫ് ആ ഒരു പേഷ്യന്റിന് അപ്സെറ്റ് ആയെങ്കിൽ കൂടിയും അതൊരു ഒഫൻസ് ആയിട്ട് എടുക്കില്ല, ബിക്കോസ് അത് അയാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഡോക്ടർ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് സെക്ഷൻ 31 ഓഫ് BNS-ലാണ് പറഞ്ഞിട്ടുള്ളത്. IPC-ല് ഇറ്റ് വാസ് സെക്ഷൻ 93 ഓഫ് IPC ആയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നതാണ് സെക്ഷൻ 32 ഓഫ് BNS, which is compulsion. Except for murder and crimes against the state punishable by death, a person is not guilty of an offense if they were forced to do it under a real threat or immediate death. അതായത് ഇതിനകത്ത് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരായിട്ടുള്ള വേജറിങ് വാർ എന്ന് പറയും, സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒഫൻസോ അല്ല ചെയ്തത്, വേറെന്തെങ്കിലും ഇത് ഒഴികെ ബാക്കി ഏത് ഒഫൻസ് മറ്റൊരാളുടെ കമ്പൾഷൻ മൂലം, അതായത് മറ്റൊരാൾ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
അവിടെ എക്സെപ്ഷൻ അയാൾ കമ്പൽ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതിനകത്തുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? The threat must be serious that it creates a reasonable fear of instant death. അതായത് ആ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ത്രെട്ട് ആയിരിക്കരുത്. ഓക്കെ, നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ പിച്ചുന്നൊന്നുള്ളൂ, അങ്ങനെ ചെറുതൊന്നും ആയിരിക്കരുത്, നിന്നെ കൊന്നു കളയും, അങ്ങനെ വലിയ എന്തെങ്കിലും ഇൻസ്റ്റന്റ് ഓൺ ദ സ്പോട്ടിൽ ഞാൻ കൊന്നു കളയും എന്ന് പറയണം. ഓക്കെ, പിന്നെ കൊല്ലും എന്ന് പറഞ്ഞാലും അവിടെ വേണമെങ്കിൽ നമുക്ക് പോലീസിന്റെ അടുത്ത് പോയിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ വാങ്ങിക്കാം. സോ ഇൻസ്റ്റന്റ് ഡെത്തിനുള്ള ഭീഷണി ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. സോ അങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ the person must not have willingly put themselves in that dangerous situation just to avoid a lesser harm. അതായത് ഇപ്പൊ എന്നെ ഒരാൾ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ പോയി ചാടിയതായിരിക്കരുത്. ഓക്കെ, the person must not have willingly put themselves in that dangerous situation. ജസ്റ്റ് ഒരു കുഞ്ഞി ഹാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വലിയ ഹാമിൽ പോയി വില്ലിംഗ്ലി എന്നെ ഇട്ടതായിരിക്കരുത്. അതായത് എനിക്ക് അതുമായിട്ടൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. If someone is forced to commit a crime under the fear of being killed immediately, then they are not responsible. ഇത് അതിന്റെ ഒരു ചുരുക്കം പറയുന്നതാണ്. Except if the crime is a murder or serious crime against the state ആകാൻ പാടില്ല. നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ്സ് ഒറ്റതിൽ ചെറുതായിട്ട് എഴുതിയേക്കാണ്. അതിന്റെ എക്സാമ്പിളും കൂടി നോക്കാം. If a person is forced at gunpoint to steal something and they genuinely fear being killed immediately, it may not be an offense, but if they are forced to kill someone, they cannot use this excuse. അതായത് ഇപ്പോ പെട്ടെന്ന് എന്റെ നേരെ ഒരാൾ തോക്ക് ചൂണ്ടിയിട്ട് പറയണം അത് മോഷ്ടിക്കാതെ എടുക്കുന്നൊക്കെ പറയാണ്. അപ്പൊ ഞാനത് എടുത്തില്ലെങ്കിൽ എനിക്കറിയാം അയാൾ ട്രിഗർ വലിക്കുന്നു, ഞാൻ തീർന്നു എന്നുള്ളത് എനിക്കറിയാം. ആ ഒരു പേടിയിലാണ് ഞാനത് എടുക്കുന്നത്. ആ ഒരു മോഷണം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഈ പറഞ്ഞ ഈ ഒരു എക്സെപ്ഷൻ എടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഒരാളെ കൊല്ലാനുള്ള ഇതെനിക്ക് റൈറ്റ് അവിടെ ഇല്ല. എന്നെ കൊല്ലും എന്നും പറഞ്ഞിട്ട് എനിക്ക് മറ്റൊരാളെ കൊല്ലാൻ പറ്റില്ല എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പൊ ഇത് സെക്ഷൻ 33 ഓഫ് BNS-ലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് വാസ് സെക്ഷൻ 32 ഓഫ് BNS. ആൻഡ് IPC-യിൽ ഇത് പറഞ്ഞത് സെക്ഷൻ 94 ഓഫ് IPC ആണ്. 33-ൽ പറയുന്നത് ട്രൈഫിൾസ് ആണ് പറയുന്നത്. ട്രൈഫിൾസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും കുഞ്ഞി ഹാമിന്റെ പേരിൽ നമുക്ക് പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. An act is not considered an offense if the harm it causes or is meant to cause is so minor that a reasonable person could not complain about it. അതായത് ഇപ്പൊ എന്നെ ആരെങ്കിലും ഒന്ന് കയ്യിൽ ചെറുതായിട്ട് അടിച്ചുന്നോ അല്ലെങ്കിൽ നുള്ളിന്നോ ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഉണ്ടായ ഹാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ഹാമാണ്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഹാം എന്ന് പറഞ്ഞാൽ കുഞ്ഞി ഹാമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ കുഞ്ഞു ട്രിവിയൽ സാധനത്തൊന്നും പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. If the harm is very small or trivial and a normal person wouldn't mind it, then it is not a crime. Example, accidentally brushing against someone in a crowd or causing a minor inconvenience is not an offense because the harm is too slight to matter legally. അല്ലെ, അങ്ങനെയുള്ള കുഞ്ഞു ഒഫൻസുകളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നെ പോലീസുകാർക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരൂല്ലേ. അതുകൊണ്ടാണ് വലിയ ഹാംസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രൈഫിൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇറക്കിയിട്ടുള്ളത്. അതായത് ആക്സിഡന്റലി ഇപ്പൊ ഒരു കൂട്ട ആൾക്കാർ ഇടയ്ക്ക് ഒരാൾ ചിലപ്പോൾ നമ്മുടെ മേത്ത് തട്ടിയിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയിട്ട് കേസ് കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ സെക്ഷനാണ് സെക്ഷൻ 33 ഓഫ് BNS. ഈ ഒരു സെക്ഷൻ IPC-യിൽ വരുന്നത് ഏതായിരുന്നു? സെക്ഷൻ 95 ഓഫ് IPC-യിലാണ് ട്രൈഫിൾസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നതാണ് പ്രൈവറ്റ് ഡിഫൻസ്. ഓക്കെ, സെക്ഷൻ 33 മുതൽ 44 ഓഫ് IPC പറയുന്നത് പ്രൈവറ്റ് ഡിഫൻസിനെ പറ്റിയിട്ടാണ്. സോ ഫസ്റ്റ് നമുക്ക് സെക്ഷൻ 34 ഓഫ് BNS എന്താന്ന് നോക്കാം. തിങ്സ് ഡൺ ഇൻ പ്രൈവറ്റ് ഡിഫൻസ്. An act is not a crime if it is done while protecting yourself or others using the right of private defense. അതായത് ഒരു ആക്ട് ഒരിക്കലും ക്രൈമായി മാറില്ല. എപ്പോഴാണ് ക്രൈമായി മാറാത്തത്? ഞാൻ എന്നെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലെയോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ട്, അതായത് പ്രൈവറ്റ് ഡിഫൻസിന്റെ അണ്ടറിലാണ് ഞാൻ ആ ഒരു ആക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ crime. If you defend yourself, someone else, or your property from danger or attack and act within the limits of self-defense, it is not an offense. അതെന്താണ് ഈ within the limits of self-defense എന്ന് നമ്മൾ കുറച്ചുകൂടെ പോകുമ്പോൾ പഠിക്കും.
ഇപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നെയോ അല്ലെങ്കിൽ മറ്റാരെയോ അല്ലെങ്കിൽ എന്റെ പ്രോപ്പർട്ടീനെയോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാൻ പറ്റും. എക്സാമ്പിൾ ആണ്, if someone tries to attack you and you hit them to protect yourself, it's not a crime as long as your action is reasonable and necessary for self defense. അത് എന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അവരെ അടിക്കുകയാണ്, എന്തിനു വേണ്ടി? എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രൈം അല്ല. ആസ് ലോങ് ആസ് എന്തായിരിക്കണം? ആ ഒരു ആക്ട് റീസണബിൾ ആയിരിക്കണം. അതായത് എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ അടിച്ചിട്ടുണ്ടാവുക. വെറുതെ നിന്ന് ഒരാളെ പോയിട്ട് അടിച്ചിട്ട് ഓക്കെ പ്രൈവറ്റ് ഡിഫൻസ് എന്നെ അയാൾ നോക്കി എന്നൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് അത് നെസസറി ആയിരിക്കണം. സെൽഫ് ഡിഫൻസിന് നെസസറി ആയെങ്കിൽ നമുക്കത് ചെയ്തത് പ്രൈവറ്റ് ഡിഫൻസിന്റെ അണ്ടറിൽ കൊണ്ടുവരാം. സെക്ഷൻ 34 അത് പറയുന്നത്. ഇത് IPC പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്ഷൻ 96 ഓഫ് IPC ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 35. 35 എന്താ പറയണേ? റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ബോഡി ആൻഡ് ഓഫ് പ്രോപ്പർട്ടി. എവറി പേഴ്സൺ has the right to defend with some limits under section 37 the following. അതായത് എന്തൊക്കെയാണ് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശമുള്ളത്? their own body or the body of someone else against any physical offense like assault, injury, etc. നമ്മളുടെ ഓൺ ബോഡിയും അല്ലെങ്കിൽ മറ്റൊരാളുടെ ബോഡിയും, ബോഡി ഓഫ് സമ്മൺ എൽസ് അഗേൻസ്റ്റ് എനി ഫിസിക്കൽ ഒഫൻസ്. അതായത് നമ്മൾ ഒരു അസോൾട്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ ആരെങ്കിലും ഫിസിക്കൽ ഇഞ്ചുറി സംഭവിപ്പിക്കുന്നതിനാണ് അസോൾട്ട് എന്ന് പറയുന്നത്. അപ്പം എന്നൊരാൾ അടിക്കാൻ വരും അല്ലെങ്കിൽ എന്നൊരാളെ ഇഞ്ചുറി പെടുത്താൻ വരികയാണെങ്കിൽ എനിക്ക് പ്രൈവറ്റ് ഡിഫൻസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യാൻ വന്നാലും എനിക്ക് ഈ പറഞ്ഞ പ്രൈവറ്റ് ഡിഫൻസ് യൂസ് ചെയ്യാൻ പറ്റും. Then their own property or someone else's property movable or immovable against crimes like. ഇനി എന്റെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടീനെയോ എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രോപ്പർട്ടി മേ ബി മൂവബിൾ ആകാം അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആകാം. അതിനെന്ത്? മറ്റൊരാള് ഒന്നുകിൽ തെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ? മോഷണം, അല്ലെങ്കിൽ റോബറി കൂട്ടത്തോട് വന്ന് മോഷ്ടിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ മിസ്ചീഫ് എന്ന് പറയുന്നതും ഈ ട്രെസ്പാസ് പോലുള്ളതാണ്. ക്രിമിനൽ ട്രെസ്പാസ് ഓർ ഈവൻ ആൻ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ദീസ് ക്രൈം. ഇത് ചെയ്യണം എന്നില്ല, ഇത് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്താലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പ്രൈവറ്റ് ഡിഫൻസ് എനിക്ക് അവിടെ ആക്ട് ചെയ്യാൻ പറ്റും. യു ക്യാൻ പ്രൊട്ടക്ട് യുവർ സെൽഫ് others and property, yours or someone else's, from physical attacks or crimes like theft or trespass, but you must follow the rules and limits mentioned in section 37. 37 നമ്മളുടെ പ്രൈവറ്റ് ഡിഫൻസിനകത്തുള്ള ലിമിറ്റ് പറയുന്നത്. അതാണ് എല്ലാത്തിനകത്തും സെക്ഷൻ 37 മെൻഷൻ ചെയ്യുന്നത്. സോ സെക്ഷൻ 35 ഓഫ് BNS IPC പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു? സെക്ഷൻ 97 ഓഫ് IPC പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? ഇഫ് സമ്മൺ ട്രൈസ് ടു സ്നാച്ച് യുവർ ബാഗ് യു ക്യാൻ ഫിസിക്കലി സ്റ്റോപ്പ് ദം. അല്ലെ, നമ്മളുടെ ബാഗ് ഒരാൾ വന്നിട്ട് തട്ടിപ്പറിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അയാളെ ഒന്നെങ്കിൽ അടിച്ചിട്ടോ അല്ലെങ്കിൽ അയാളുടെ കൈ കയറി പിടിച്ചൊക്കെ നമുക്ക് അവരെ ഫിസിക്കലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇഫ് എ പേഴ്സൺ ട്രൈസ് ടു ബ്രേക്ക് ഇൻ യുവർ ഹൗസ് യു ഹാവ് ദ റൈറ്റ് ടു ഡിഫെൻഡ് യുവർ പ്രോപ്പർട്ടി. അല്ലെ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അയാളെ ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. Now, section 36 of BNS എന്താ പറയുന്നത്? Right of private defense against act of a person of unsound mind. Okay. Even if an act isn't considered a crime because the person doing it is too young, not mature enough to understand, mentally unstable or intoxicated, acting under a misunderstanding, you still have the same right to defend yourself as you would if it were a real offense. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ? ചെറിയൊരു കുട്ടി അല്ലെങ്കിൽ മെച്ചൂരിറ്റി ഇല്ല, ആ കുട്ടി ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തതായിരിക്കണം, അല്ലെങ്കിൽ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റ്, കള്ളൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഡ്രഗ് ഒക്കെ യൂസ് ചെയ്ത് ബോധമില്ലാത്ത ഒരാള്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വഴി ഒരാളെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണ്. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? ഇതൊക്കെ എക്സെപ്ഷൻസ് ആണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഒരു ചെറിയ കുട്ടിയെ വേണ്ട, മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾ വന്ന് നമ്മളെ അടിക്കാനോ ഇടിക്കാനോ നോക്കുകയാണ്. അപ്പൊ നമുക്ക് ഓക്കെ അയാൾ വയ്യാത്തതാണെന്ന് പറഞ്ഞ് നമുക്ക് മാറിയിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ അത്രയും വലിയ ഹാമാണ് നമ്മളെ കോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. കാരണം അടി കിട്ടുന്നത് നമുക്കല്ലേ, വേദന. ഇപ്പം ഗ്രീവിയസ് ഹേർട്ട് അടിച്ച് നമ്മുടെ കൈയൊക്കെ ഓടിക്കാറായി അത്രയും ഒരു ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവരെ ഡിഫെൻഡ് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. യു സ്റ്റിൽ ഹാവ് ദ സെയിം റൈറ്റ് ടു ഡിഫെൻഡ് യുവർ സെൽഫ്
ആസ് യു വുഡ് ഇഫ് ഇറ്റ് വെയർ എ റിയൽ ഒഫൻസ്. ഒരു റിയൽ ഒഫൻസ്, അതായത് ഇവർക്ക് ബോധമുള്ളപ്പോ നമുക്ക് എങ്ങനെ നമ്മളെ ഡിഫെൻഡ് ചെയ്യാമോ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കേസിലും നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. You can protect yourself from harm even if the attacker cannot be punished due to age, mental state or confusion. Your right to self-defense stay the same. നമ്മളുടെ സെൽഫ് ഡിഫെൻസിന്റെ റൈറ്റ് എന്താ, അത് അവിടെ തന്നെ ഉണ്ടാകും. എക്സാമ്പിൾ ആണ്, if a mentally ill person tries to attack you, you can still defend yourself just as you would if the person were fully responsible. ഇതൊരു mentally ill person നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ നമുക്ക് നമ്മളുടെ സെൽഫ് ഡിഫെൻസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ഒരു പേഴ്സൺ ഫുള്ളി റെസ്പോൺസിബിൾ ആയിട്ട് ഉള്ള രീതിയിൽ നമുക്ക് അവർക്കെതിരെ നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അത് IPC ഏത് സെക്ഷനാ പറയുന്നത്? IPC പറയുന്നത് സെക്ഷൻ 98 ഓഫ് IPC ആണ് പറയുന്നത്. BNS സെക്ഷൻ 36. ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് സെക്ഷൻ ആണ് 37 ഓഫ് BNS. Acts against which there is no right of private defense. അതായത് യു ഡു നോട്ട്, ഓക്കെ നമ്മൾ 37 ലിമിറ്റ് പറയുന്നത് പറഞ്ഞു അല്ലെ. യു ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് ഇൻ ദീസ് സിറ്റുവേഷൻ. ഈ പറയുന്ന സിറ്റുവേഷനുകളിൽ നമുക്ക് എന്തില്ല, പ്രൈവറ്റ് ഡിഫെൻസിനുള്ള റൈറ്റ് ഇല്ല. എപ്പോഴൊക്കെയാണ്? When a public servant does something in good faith, even if not strictly legal, and it doesn't reasonably make you fear death or serious injury. അതായത് പബ്ലിക് സർവന്റ് എന്ന് വെച്ചാൽ എന്താ? ഗവൺമെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പബ്ലിക് സർവന്റ് എന്ന് പറയുന്നത്. അവര് ഇൻ ഗുഡ് ഫെയ്ത്ത്, ഓക്കെ, ഇൻ ഗുഡ് ഫെയ്ത്ത് അത്രയും ഈവൻ ഇഫ് അത് സ്ട്രിക്ട്ലി ലീഗൽ അല്ലെങ്കിൽ കൂടിയും എന്തെങ്കിലും ചെയ്യുന്നു, അവരുടെ പരിധിയിൽ വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പം അത് അവരാ കാര്യം, ഒരു പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരികയാണ്, നമ്മളെ ജസ്റ്റ് ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അൺലെസ് നമുക്ക് തോന്നുകയാണ് ഇപ്പൊ ഇയാള് ചിലപ്പോൾ പോലീസ് അടിച്ച് നമ്മളെ, ഇപ്പൊ നമ്മളുടെ മരണം സംഭവിക്കും അല്ലെങ്കിൽ നമുക്ക് ഒരു സീരിയസ് ഇഞ്ചുറി സംഭവിക്കും എന്ന് ഉറപ്പില്ലാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഒരു റീസണബിൾ കോസ് ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു പബ്ലിക് സർവന്റിന്റെ ഡ്യൂട്ടി നമുക്ക് അതൊരു വേറെ ഒഫൻസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് പബ്ലിക് സർവന്റ് സംതിങ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഇറ്റ് ഡസന്റ് റീസണബിളി മേക്ക് യു ഫിയർ ഡെത്ത് ഓർ സീരിയസ് ഇഞ്ചുറി ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ പ്രൈവറ്റ് ഡിഫെൻസ് എടുക്കാൻ പറ്റില്ല. രണ്ടാമത്തതാണ്, when someone acts on the order of a public servant acting in good faith and it doesn't reasonably make you fear death or serious injury. ഇനി പബ്ലിക് സർവന്റിന്റെ ഓർഡർ അനുസരിച്ചിട്ട് വേറെ ആരെങ്കിലും ഇൻ ഗുഡ് ഫെയ്ത്ത് എന്തെങ്കിലും കാര്യം ചെയ്യുകയാണ്, അപ്പോഴും നമുക്ക് പ്രൈവറ്റ് ഡിഫെൻസ് എടുക്കാൻ പറ്റില്ല. അൺലെസ് എന്താണ്, അവിടെ ഫിയർ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ സീരിയസ് ഇഞ്ചുറി ഉണ്ടാകാത്തോളം കാലം നമുക്ക് പ്രൈവറ്റ് ഡിഫെൻസ് എടുക്കാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ആണ്, when there is enough time to call the police or seek help from authorities instead of defending yourself. അതായത് നമ്മളുടെ ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് ഒരാൾ ഭീഷണിപ്പെടുത്താണ്, ഓക്കെ അടുത്ത ആഴ്ച ഇന്ന ദിവസം ഞാൻ നിന്നെ കൊല്ലും, അല്ലെങ്കിൽ നീ കാത്തിരുന്നു നിനക്കുള്ള ഞാൻ തരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാണ് ആരെങ്കിലും. അപ്പൊ നമുക്ക് എന്താ, അവിടെ ഇനഫ് ടൈം ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പോലീസിനെ വിളിച്ചിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ തേടാനുള്ള സമയമുണ്ട്. അവിടെ ഒരിക്കലും നമുക്ക് പ്രൈവറ്റ് ഡിഫെൻസ് എന്ന് പറഞ്ഞ് നമ്മളെ ഫുൾ കത്തിയൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ കാത്തിരിക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് നമ്മുടെ കയ്യിൽ ഇനഫ് ടൈം ഉണ്ട്, പോലീസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റീനെയോ ഹെൽപ്പിന് വേണ്ടി വിളിക്കാനുള്ള സമയമുണ്ട് എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡു ദാറ്റ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈവറ്റ് ഡിഫെൻസിൽ ഞാൻ അവരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടിരിക്കാൻ പാടില്ല. യു കനോട്ട് യൂസ് മോർ ഫോഴ്സ് ദാൻ നെസസറി ഇൻ എനി കേസ് ഓഫ് സെൽഫ് ഡിഫെൻസ്. അതായത് ഇപ്പൊ എന്തൊരാൾ മോത്തടിച്ച്, ഓക്കെ, അപ്പൊ ഞാന് അയാളെ തിരിച്ചെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്രയും വലിയ ഹാമേ ചെയ്യാവുള്ളൂ. മേ ബി ഒന്ന് മുഖത്തടിച്ചോ അല്ലെങ്കിൽ കുനിച്ചിർത്തി ഇടിക്കോ അത്രയൊക്കെ ചെയ്യാവുള്ളൂ. എന്നിട്ട് അടിക്കാൻ വന്നെന്നും പറഞ്ഞ് ഞാൻ പോയിട്ട് കത്തി എടുത്ത് കുത്താൻ പാടില്ല. അതാണ്, എത്ര ഡിഫെൻസ് നെസസറി ഉണ്ടോ അത്രത്തോളം മാത്രമേ നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. യു കനോട്ട് യൂസ് മോർ ഫോഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടി ചെറുതായിട്ട് പറയാണ്, അത് ചുരുക്കി ഒന്നും കൂടി പറയാണ്. That no self-defense is allowed against harmless actions by public servants or other orders done in good faith. You must not take the law into your own hands when there is time to get help from authorities. You can only use as much force as needed, not more. അപ്പം നേരത്തെ പോയിന്റ് പഠിക്കാൻ പാടാണെങ്കിൽ ഈ പോയിന്റ് നോക്കിയാലും മതി. And അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. If a police officer generally stops you during a search, you can't attack them claiming self-defense. അല്ലെ, ഒരു സെർച്ചിന്റെ സമയത്ത് പോലീസ് ഓഫീസർ, നമ്മളിപ്പോ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഓഫീസർ മെല്ലെ കൈകാട്ടി നമ്മളെ നിർത്തി എന്ന് പറഞ്ഞ് നമുക്കൊക്കെ സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ അയാളെ കയറി അറ്റാക്ക് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല. അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ സെൽഫ് ഡിഫെൻസ് ആണ്
അവിടെ ഉദ്ദേശിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. If someone slaps you, you can stab them in return. That would be excessive force. അല്ലെ, നമ്മൾ ഒരാൾ അടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി കുത്താൻ പാടില്ല. അത് എക്സസീവ് ഫോഴ്സ് അവിടെ യൂസ് ആകും. അതാണ് സെക്ഷൻ 37 ഓഫ് BNS പറയുന്നത്. ഈ ഒരു സെക്ഷൻ IPC പറഞ്ഞത് സെക്ഷൻ 99 ഓഫ് IPC ഇത് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മൾ നോക്കുന്ന അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 38. When right of private defense of body extends to causing death. അതായത് you are not allowed to cause death or serious harm to someone in self-defense of your body within the limits of section 37 only if the attack involves any of the following. അതായത് സെൽഫ് ഡിഫെൻസിന്റെ പേരിൽ നമുക്ക് ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ അയാൾക്ക് സീരിയസ് ഹാം കോസ് ചെയ്യാനോ പറ്റില്ല. അൺലെസ് അയാൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അയാൾ നമ്മളെ കൊല്ലാൻ വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് അയാളെ കൊല്ലാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ പറഞ്ഞല്ലോ ചെറിയ എന്തെങ്കിലും ഹാം കോസ് ചെയ്തെന്ന് പറഞ്ഞാൽ അയാളെ നമ്മൾ വലിയ ഹാം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഒരാളെ കൊല്ലാനോ സീരിയസ് ഹാം ഏൽപ്പിക്കാനോ പാടില്ല. എപ്പോഴൊക്കെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന, ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ സീരിയസ് ഹാം ഏൽപ്പിക്കാനോ പറ്റുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? An attack that could reasonably make you fear death. അതായത് നമുക്കറിയാം നമ്മൾ അയാളെ കൊന്നില്ലെങ്കിൽ അയാൾ നമ്മളെ കൊല്ലും എന്നുള്ള പേടിയിൽ വേണമെങ്കിൽ നമുക്ക് അയാളെ കൊല്ലാം. അല്ലെങ്കിൽ an attack that could reasonably make you fear serious injury. അതായത് അയാൾ നമ്മളെ ഗ്രീവിയസ് ഹേർട്ട് ഏൽപ്പിക്കും നമുക്കറിയാം. നമ്മളെ കയ്യോ കാലോ ഒടിക്കാൻ വരുന്നു അല്ലെങ്കിൽ നമുക്ക് ഡിസ്ഫിഗറേഷൻ സംഭവിക്കുന്ന എന്തെങ്കിലും അയാൾ ചെയ്യാൻ പോവാന്ന് നമുക്കറിയാം. അത് തടയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തപ്പോൾ അയാളുടെ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് ഗ്രീവിയസ് ഹേർട്ട് സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൈവറ്റ് ഡിഫെൻസ് അവിടെ എടുക്കാൻ പറ്റും. മൂന്നാമത്തത് an attempt to commit rape. എന്നെ ഒരാൾ റേപ്പ് ചെയ്യാൻ വരികയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്റെ അടുത്തൊരു കത്തി ഉണ്ട്, ഞാൻ പെട്ടെന്ന് അടുത്തൊരു കുത്തി, അപ്പൊ എനിക്ക് അവിടെ പ്രൈവറ്റ് ഡിഫെൻസ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ എക്സെപ്ഷൻ എടുക്കാൻ പറ്റും. കാരണം എന്നെ രക്ഷിക്കാൻ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെയ്തതെന്നുള്ളത് എനിക്കത് പറയാം. നാലാമത്തത് an attempt to satisfy unnatural sexual desires. എന്തെങ്കിലും unnatural sexual desires സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാണ്, അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ കൊല്ലാനോ അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് ഏൽപ്പിക്കാനോ എനിക്ക് പറ്റും. ആൻഡ് അറ്റംപ്റ്റ് ടു കിഡ്നാപ്പ് ഓർ അബ്ഡക്റ്റ്, തട്ടിക്കൊണ്ടു പോകാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും എന്താണ് ഈ പറഞ്ഞ സീരിയസ് ഹേർട്ട് സംഭവിപ്പിക്കാനോ അല്ലെങ്കിൽ ഡെത്ത് സംഭവിപ്പിക്കാനോ നമ്മളെ കൊണ്ട് പറ്റും. അടുത്തതാണ് an attempt to wrongfully confine you when you may not be able to contact authorities for help. അതായത് നമ്മളെ തടഞ്ഞു വെക്കാൻ നോക്കുന്നു, റോങ്ഫുള്ളി നമ്മളെ തടഞ്ഞു വെക്കാൻ നോക്കുകയാണ്. ആൻഡ് അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതോറിറ്റീസിനെ ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല. കാരണം നമ്മുടെ അടുത്ത് ഫോണോ ഒന്നുമില്ല, അവര് നമ്മളവരടുത്ത് പൂട്ടിയിട്ടേക്കുക അല്ലെങ്കിൽ നമ്മൾ റോങ്ഫുള്ളി തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രൈവറ്റ് ഡിഫെൻസ് എടുക്കാൻ പറ്റും. An attempt to throw or apply acid which would reasonably cause fear of serious injury. നമ്മളുടെ മേത്തൊരാളെ ആസിഡ് ഒഴിക്കാൻ വരികയാണ്, അവിടെ നമുക്ക് സീരിയസ് ഇഞ്ചുറി കോസ് ചെയ്യൂലേ, അപ്പൊ വേണമെങ്കിലും അയാളെ നമുക്ക് അവിടെ പ്രൈവറ്റ് ഡിഫെൻസ് ആയിട്ട് അയാളെ കൊല്ലുകയോ അല്ലെങ്കിൽ സീരിയസ് ഇഞ്ചുറി ഏൽപ്പിക്കുകയോ ചെയ്യുക. അവിടെ നമുക്ക് പ്രൈവറ്റ് ഡിഫെൻസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള എക്സെപ്ഷൻ എടുക്കാനും പറ്റും. ഓക്കെ, ഇനി നമ്മള് ഇപ്പൊ പറഞ്ഞ അത്രയും പോയിന്റ്സ് ചുരുക്കി കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് പറയാണ്. You can use deadly force in self-defense if the attacker is trying to kill you. കൊല്ലാൻ നോക്കണു, അല്ലെങ്കിൽ trying to seriously injure you, trying to rape you, trying to kidnap, confine or harm you with acid, or doing anything that causes a real fear of serious injury. ആ ഒരു ഫിയർ വരുത്തിയാലും മതി, നമുക്കറിയാം നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിലും വലിയ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേടിയില്ല ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൈവറ്റ് ഡിഫെൻസിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും. എക്സാമ്പിൾ ആണ്, if someone tries to rape you or throw acid on you, you can defend yourself even if it leads to attacker's death as long as your response is reasonable and necessary. And ഇത് റീസണബിൾ ആൻഡ് നെസസറി ആയിരിക്കണം. നമ്മളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊല്ലും അല്ലെങ്കിൽ നമ്മളുടെ മുഖത്ത് ആസിഡ് വീഴും എന്നുള്ള പേടിയിലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൈവറ്റ് ഡിഫെൻസ് ആണെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റും. That is section 38 of BNS and it was section 100 in IPC. അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 39 ഓഫ് BNS. അതെന്താ പറയണേ? When such a right extends to causing any harm other than death. If the attack is not one of the serious offenses listed in section 38 like rape, kidnapping or life-threatening assault, then you cannot kill the attacker in self-defense. But you can cause other harm except death to protect yourself as long as you follow the limits in section 37. അതായത്
നമ്മൾ 38 സെക്ഷൻ 38 പറഞ്ഞു നമ്മളെ റേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അസോൾട്ട് ചെയ്യാൻ ഒരാൾ നോക്കിയാൽ നമുക്ക് അയാളെ കൊല്ലാൻ പറ്റും. പക്ഷെ ഇൻ കേസ് അയാൾ അത്രയും വലിയ അസോൾട്ട് അല്ല നമ്മളെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല. യു കെൻ നോട്ട് കിൽ ദി അറ്റാക്കർ. ആ അറ്റാക്കറിന് സെൽഫ് ഡിഫെൻസിന്റെ പേരിൽ നമുക്ക് കൊല്ലാൻ പറ്റില്ല. ആൻഡ് ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ഹാംസ് ഒക്കെ നമുക്കും തിരിച്ചേൽപ്പിക്കാൻ പറ്റും. ആൻഡ് അത് സെക്ഷൻ 37ന്റെ ലിമിറ്റിന്റെ അണ്ടറിൽ വരും. അതായത് ഒരു പബ്ലിക് സെർവന്റ് ആണെങ്കിൽ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ പബ്ലിക് സെർവന്റിന്റെ ഓർഡർ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊരു അതോറിറ്റീനെ വിളിക്കാനുള്ള സമയമുണ്ട് എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡു ദാറ്റ് ഫസ്റ്റ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കുഞ്ഞി ഹാമ ചെയ്തെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കുഞ്ഞി ഹാമേ നമ്മളും തിരിച്ചു ചെയ്യാൻ പാടുള്ളൂ. യു ക്യാൻ ഡിഫെൻഡ് യുവർ സെൽഫ് but cannot kill the attacker unless the attack is very serious as described in section 38. നമുക്ക് നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരിക്കലും അയാളെ കൊല്ലാൻ പറ്റില്ല അൺലെസ് ഈ 38ൽ പറഞ്ഞിട്ടുള്ള സീരിയസ് ഒഫൻസസ് ആണെങ്കിൽ കൊല്ലാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. ചെയ്തിട്ട് നമുക്ക് സെൽഫ് ഡിഫെൻസ് ആയിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരാൾ നമ്മളുടെ പ്രോപ്പർട്ടിയിൽ ചുമ്മാ ഒന്ന് കയറി, ചിലപ്പോ എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വല്ല പൂ നോക്കാനോ വല്ല കയറിയതായിരിക്കും എന്ന് പറഞ്ഞ് ട്രസ് പാസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പോയി അയാളെ വെടിവെച്ചിടാനോ ഒന്നും പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ, if someone tries to slap you or push you and it's not life threatening, you can hit back to stop them, but you can't kill them. That would be not allowed under self defense. അല്ലെ, ഒരാൾ നമ്മൾ അടിക്കുകയോ അല്ലെങ്കിൽ പുഷ് ചെയ്യുകയോ ചെയ്യാണ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിന്റെ മേളിൽ ചെറുതായിട്ട് പുഷ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ താഴെ മരിച്ചോ, അങ്ങനെയല്ല. പകരം ചെറുതായിട്ടൊന്ന് തള്ളുകയോ അല്ലെങ്കിൽ സ്ലാപ്പ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അയാളെ കൊല്ലാൻ പറ്റില്ല. പകരം വേണമെങ്കിൽ തിരിച്ചടിക്കാം. തിരിച്ചടിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? അയാളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചടിക്കാം. ആൻഡ് ദാറ്റ് വുഡ് നോട്ട് ബി അലൗഡ്. സെൽഫ് ഡിഫെൻസിന്റെ അണ്ടർ അതൊന്നും അലൗഡ് ആയിരിക്കില്ല. ആൻഡ് ഈ ഒരു സെക്ഷൻ 39 ഓഫ് BNS പറഞ്ഞത് സെക്ഷൻ 101 ഓഫ് IPCയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 40, കമൻസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവൻസ് ഓഫ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് ഓഫ് ബോഡി. അതായത് എത്ര നേരം നമുക്ക് ഈ പറഞ്ഞ സെൽഫ് ഡിഫെൻസ് എടുക്കാൻ പറ്റും എന്നുള്ളത് അറിയണ്ടേ. The right to defend your body starts as soon as you reasonably fear an attack or threat of harm, even if the attack hasn't happened yet, and this right continues as long as the danger remains. അതായത് എപ്പോഴാണ് നമുക്ക് നമ്മളുടെ ബോഡിക്കെതിരെ ഒരു ഹാം സംഭവിക്കുന്നു എന്ന് തോന്നിയാൽ നമുക്ക് എപ്പം മുതൽ ഈ പറഞ്ഞ സെൽഫ് ഡിഫെൻസ് എടുക്കാൻ പറ്റും? എപ്പം നമുക്ക് ആ ഫിയർ വരുന്നോ, നമ്മളിപ്പൊ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു ത്രട്ടൺ ചെയ്യുകയാണ്, നമ്മളിപ്പം ഭീഷണിപ്പെടുത്തുകയാണ്, നിന്നിപ്പം ഞാൻ ശരിയാക്കി തരാം, നിന്നിപ്പം ഞാൻ കൊല്ലും, അല്ലെങ്കിൽ നിന്നെ കയ്യും കാലും ഇപ്പം ഞാൻ ഒടിക്കും എന്നുള്ളൊരു ത്രട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫിയറോ നമ്മളുടെ എപ്പോ ബാധിക്കുന്നു അപ്പം മുതൽ നമുക്ക് നമ്മളുടെ സെൽഫ് ഡിഫെൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. യു ക്യാൻ ആക്ട് ഇൻ സെൽഫ് ഡിഫെൻസ് ആസ് സൂൺ ആസ് യു റീസണബിളി ഫീൽ ഇൻ ഡേഞ്ചർ. നമുക്കറിയാം നമ്മൾ സേഫ് അല്ല, നമ്മൾ ഡേഞ്ചറിലാണ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയാൽ മുതൽ നമുക്ക് സെൽഫ് ഡിഫെൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. And you can keep defending yourself until the danger is over. ആ ഡേഞ്ചർ മാറിയെന്ന് ഉറപ്പ് വരുത്തുന്നിടം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ ഉള്ള അവകാശം നമുക്കുണ്ട്. എക്സാമ്പിൾ ആണ്, if someone raises a weapon and threatens to hit you, you don't have to wait to be attacked. You can start defending yourself immediately and can continue defending as long as the threat exists. അതായത് ഒരാള് ഇപ്പൊ ഒരു വടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാളൊക്കെ എടുത്തിട്ട് നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ മുതൽ നമ്മളുടെ സെൽഫ് ഡിഫെൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. അയാൾ ആ വാളെടുത്ത് നമ്മുടെ മേത്ത് അടിക്കുന്നിട വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നില്ല. എപ്പം ആ ഒരു ഫിയർ നമ്മളുടെ ഉള്ളിൽ വരുന്നു അപ്പം മുതൽ നമുക്ക് നമ്മളെ ഡിഫെൻഡ് ചെയ്യാനുള്ള റൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് സെക്ഷൻ 40 ഓഫ് BNS പറയുന്നത്. കറസ്പോണ്ടിങ് സെക്ഷൻ ഇൻ IPC വാസ് സെക്ഷൻ 102 ഓഫ് IPC ആണ്. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 41. When right of private defense of property extends to causing death. അതായത് you can cause death or serious harm to protect property within the limits of section 37 only if the crime involves any of the following. അതായത് നമുക്ക് എന്താണ്, ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ അയാൾക്ക് സീരിയസ് ഹാം സംഭവിപ്പിക്കാനോ പറ്റും നമ്മളുടെ പ്രോപ്പർട്ടീനെ. ഇവിടെ നേരത്തെ നമ്മൾ ബോഡീന്റെ കാര്യമാണ് പറഞ്ഞത്, ഇനി നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീന്റെ കാര്യമാണ്. നമ്മൾ പ്രോപ്പർട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡെത്ത് അല്ലെങ്കിൽ സീരിയസ് ഹാം കോസ് ചെയ്യാൻ പറ്റും. എപ്പോഴൊക്കെയാണ്? ഇൻ കേസ് ഓഫ് റോബറി, അതായത് 2-3 ആൾക്കാർ കൂട്ടത്തോടെ വന്ന് നമ്മളെ മോഷ്ടിക്കാൻ നോക്കാണ്, റോബറി. അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് അറ്റ് നൈറ്റ്. നൈറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ബിഫോർ സൺറൈസ്.
അതിന്റെ ഇടയ്ക്ക് ഒരാൾ നമ്മളുടെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വേണ്ടി കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഡിഫെൻസ് എടുക്കാൻ പറ്റും. Setting fire or using explosive on a building, tent or boat that it is used as a home or for storing property. അതായത് നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ഗോഡൌണിലോ വല്ലോ തീയിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് പൊട്ടിപ്പിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അയാളെ ചിലപ്പോൾ അയാളുടെ മരണം സംഭവിച്ചാൽ നമുക്കിവിടെ പ്രൈവറ്റ് ഡിഫെൻസ് ആണെന്ന് പറഞ്ഞ് എക്സെപ്ഷൻ എടുക്കാൻ പറ്റും. Theft, mischief, or trespassing if it causes a reasonable fear that you or someone else may die or be seriously hurt if you don't defend the property. അതായത് നമ്മളുടെ പ്രോപ്പർട്ടിയിൽ കടന്നു കയറുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വേണ്ടിയൊക്കെ കയറുകയാണ്, and നമ്മൾ അയാളെ തടഞ്ഞില്ല എന്നില്ല അല്ലെങ്കിൽ അയാളെ ഇതാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെത്ത് സംഭവിക്കും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഡെത്ത് സംഭവിക്കും എന്നുള്ള പേടിയിൽ നമ്മളത് ഡിഫെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഡിഫെൻഡ് ദ പ്രോപ്പർട്ടിനെ ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ അടുത്ത നമ്മളുടെ അടുത്ത് വന്ന് നമ്മളെ കൊല്ലും എന്നുള്ള പേടിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഓൾസോ കംസ് അണ്ടർ പ്രൈവറ്റ് ഡിഫെൻസ് ഓഫ് ദി പ്രോപ്പർട്ടി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി ഇവിടെ എഴുതിയേക്കാണ്. യു ക്യാൻ യൂസ് ഡെഡ്ലി ഫോഴ്സ് ടു പ്രൊട്ടക്ട് പ്രോപ്പർട്ടി. ഡെഡ്ലി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡെത്ത് അല്ലെങ്കിൽ സീരിയസ് ഇഞ്ചുറി അയാളെ കോസ് ചെയ്യിപ്പിക്കാം. എപ്പോഴൊക്കെയാണ്? ഇഫ് someone is robbing you, breaking into your house at night, setting fire to your home or storage place, or if the crime could lead to death or serious injury without self-defense. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഡെഡ്ലി ഫോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. An example ആണ്, if someone tries to break into your house at night or robs you with weapons, you have the right to defend your property. അല്ലെ, ഒരാൾ നമ്മളുടെ വീട്ടിലേക്ക് രാത്രി കയറുകയാണ് അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വേണ്ടി കയറുകയാണ് വെപ്പണൊക്കെ ആയിട്ട്, അപ്പൊ നമുക്ക് നമ്മളെ ഡിഫെൻഡ് ചെയ്യാനുള്ള, നമ്മുടെ പ്രോപ്പർട്ടിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. ഈവൻ ഇഫ് ഇറ്റ് മീൻസ് കോസിങ് സീരിയസ് ഹാം ഓർ ഡെത്ത് ടു സ്റ്റോപ്പ് ദം. ആൻഡ് ഇത് ഈ പറഞ്ഞത് എന്താണ്? സീരിയസ് ഹാം ആയിരിക്കണം. ചിലപ്പോൾ അയാൾ ചുമ്മാ ഒന്ന് മോഷ്ടിക്കാൻ, അയാളുടെ കയ്യിൽ ഇപ്പം വെപ്പണൊന്നും ഇല്ല, വെറും കൈയോടെ കയറി വന്ന് കിട്ടുന്ന മോഷ്ടിച്ചിട്ട് എടുത്ത് പോവാന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് കയറി കൊന്നിട്ടൊക്കെ പ്രൈവറ്റ് ഡിഫെൻസ് എന്ന് പറയാൻ പറ്റില്ല. അയാൾ ഇപ്പം ഒരു തോക്കോ അല്ലെങ്കിൽ ചിലപ്പോ കത്തിയൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ മോഷ്ടിക്കാൻ വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ പ്രൈവറ്റ് ഡിഫെൻസ്, ഇത്രയും വലിയ ഈ ഡെഡ്ലി ഫോഴ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെയും 37ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് അയാൾക്ക്. എന്ന് വെച്ചാൽ അയാൾ എത്രത്തോളം ഫോഴ്സ് ആണോ നമ്മളിൽ ഏൽപ്പിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഫോഴ്സ് നമുക്ക് തിരിച്ചും അയാളുടെ മേത്ത് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് സെക്ഷൻ 41 ഓഫ് DNS പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് IPC ഇറ്റ് വാസ് സെക്ഷൻ 103 ഓഫ് IPC ആണ്. ഇനി നമ്മൾ പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 42. When such a right extends to causing any harm other than death. അതായത് if someone commits or tries to commit theft, mischief or criminal trespass and it is not one of the serious causes listed in section 41 like robbery or house breaking at night, then you cannot cause death in self-defense, but you can cause other harm as long as you follow the limits in section 37. അതായത് നമ്മൾ നേരത്തെ ബോഡിയുടെ കാര്യം പറഞ്ഞ സെയിം കാര്യമാണ് ഇവിടെയും പറയുന്നത്. അതായത് ഇപ്പൊ ചെറിയ എന്തെങ്കിലും ഹാം, അതായത് വല്ല തെഫ്റ്റോ അല്ലെങ്കിൽ മിസ്ചീഫ് അല്ലെങ്കിൽ ക്രിമിനൽ ട്രെസ്പാസ് പോലുള്ള കുഞ്ഞു എന്തെങ്കിലും ഒഫൻസ് ചെയ്യാൻ വേണ്ടി അയാളെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അയാളുടെ ഡെത്ത് സംഭവിപ്പിക്കാനോ അല്ലെങ്കിൽ സീരിയസ് ഇഞ്ചുറി കോസ് ചെയ്യിപ്പിക്കാനോ പാടില്ല. സെൽഫ് ഡിഫെൻസിന്റെ പേരിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അൺലെസ് സെക്ഷൻ 41 പറഞ്ഞിട്ടുള്ള ഒഫൻസ്, അതായത് റോബറി അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് അറ്റ് നൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഡെഡ്ലി സാധനം ചെയ്യാം. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഫോർ ലെസ് സീരിയസ് ക്രൈംസ് ലൈക്ക് മൈനർ തെഫ്റ്റ് ഓർ ട്രെസ്പാസ് യു ക്യാൻ ഡിഫെൻഡ് യുവർ പ്രോപ്പർട്ടി ബട്ട് യു കെ നോട്ട് കിൽ ദ പേഴ്സൺ. നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിനെ അവിടെ ഡിഫെൻഡ് ചെയ്യാം, പക്ഷെ അയാളെ കൊല്ലാൻ പറ്റില്ല. യു ക്യാൻ ഓൺലി കോസ് നോൺ ഡെഡ്ലി ഹാം ആൻഡ് ഓൺലി ആസ് മച്ച് ആസ് നെസസറി. എത്ര നെസസറി ആണോ അത്രയും അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ നോൺ ഡെഡ്ലി ഹാം ആയിരിക്കണം. Example ആണ്, if someone tries to steal your bike during the day, you can stop or hit them if needed, but you can't use deadly force because it's not a serious offense under section 41. അതായത് ഒരു പകൽ സമയത്ത് ഒരാൾ നമ്മളുടെ ബൈക്ക് മോഷ്ടിക്കാൻ വരികയാണ് എന്നും പറഞ്ഞ് നമ്മൾ പോയി കത്തി എടുത്ത് കുത്താനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്നെങ്കിൽ ബഹളമൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ നാട്ടുകാരെ നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ അയാളെ ഒന്ന് അടിച്ചൊക്കെ വിടാം, അല്ലാണ്ട് സീരിയസ് ഹാം അയാളെ ഏൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അത് പറഞ്ഞ സെക്ഷൻ ആണ് സെക്ഷൻ 42 ഓഫ് BNS. And in IPC it was section 104 of IPC ആയിരുന്നു. ഇത് നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 43, കമൻസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവൻസ് ഓഫ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് ഓഫ് പ്രോപ്പർട്ടി. അതായത് എത്ര നേരം, അതായത് എത്ര സമയത്തോളം നമ്മളുടെ പ്രൈവറ്റ് ഡിഫെൻസ് നമുക്ക് ഏൽപ്പിക്കാം എന്നുള്ളതാണ്.
The right of private defense of property works as follows. It begins when there is reasonable fear that property is in danger. ഇവിടെയും ഒരു ഫിയർ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ പ്രൈവറ്റ് ഡിഫൻസും അവിടെ തുടങ്ങും. അതായത് നമുക്കൊരു റീസണബിൾ ഫിയർ കിട്ടുകയാണ് നമ്മളുടെ പ്രോപ്പർട്ടി ഡേഞ്ചറിലാണെന്നുള്ള ഒരു ഫിയർ നമ്മളിൽ എപ്പോൾ ഉണ്ടാകുന്നു അപ്പം മുതൽ ഈ പറഞ്ഞ പ്രൈവറ്റ് ഡിഫൻസ് സ്റ്റാർട്ട് ആകും. ഇൻ കേസസ് ഓഫ് തെഫ്റ്റ് ദ റൈറ്റ് കണ്ടിന്യൂസ് അൺടിൽ, തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മോഷണ സമയത്ത് എത്ര നേരം വരെ ഈ പറഞ്ഞ പ്രൈവറ്റ് ഡിഫൻസ് കണ്ടിന്യൂ ചെയ്യും? ദ തീഫ് ഹാസ് റൺ അവേ വിത്ത് ദ പ്രോപ്പർട്ടി. അതായത് ഇപ്പൊ എന്റെ ഒരു സ്വർണ്ണമാല, ആ സ്വർണ്ണമാലയായിട്ട് ഒരാള്, ആ തീഫ് കള്ളൻ എന്ത് ചെയ്തു? ഓടി. ആ എത്ര നേരം എന്റെ മാല അയാളുടെ കയ്യിലുണ്ടോ അത്ര നേരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ഹാം ഏൽപ്പിക്കാൻ പറ്റും ഇൻ നെയിം ഓഫ് സെൽഫ് ഡിഫൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഡിഫൻസ്. അല്ലെങ്കിൽ ഹെൽപ്പ് ഇസ് റിസീവ്ഡ് ഫ്രം ദി അതോറിറ്റി. എനിക്ക് അതോറിറ്റീന്റെ കയ്യിൽ നിന്ന് ഹെൽപ്പ് കിട്ടി, ഞാൻ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു, പിന്നെ ആ പണി ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, പിന്നെ അത് പോലീസ് നോക്കിക്കോളും. ദെൻ ദ പ്രോപ്പർട്ടി ഈസ് റിക്കവേർഡ്. അതായത് ഇപ്പം എന്റെ പ്രോപ്പർട്ടിയുടെ പേരിലായിരുന്നു പ്രശ്നമുള്ളത്, എനിക്കത് പ്രോപ്പർട്ടി തിരിച്ച് എന്റെ കയ്യിൽ തന്നെ തിരിച്ചു കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പ്രതികാരമാണെന്നൊന്നും പോയി എനിക്ക് അയാൾ അടിച്ചിട്ട് സെൽഫ് ഡിഫൻസ് എന്ന് പറയാൻ പറ്റില്ല. പണ്ട് ഒരു മാസം മുന്നേ അയാൾ എന്റെ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് തിരിച്ചു കിട്ടി, പക്ഷെ നല്ല ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തതൊന്നും പോയി പറഞ്ഞിട്ട് എനിക്ക് അവിടെ പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാൻ പറ്റില്ല. പ്രോപ്പർട്ടി തിരിച്ചു കിട്ടിയോ, എന്റെ പ്രൈവറ്റ് ഡിഫൻസ് അവിടെ കഴിഞ്ഞു. ഇൻ കേസ് ഓഫ് റോബറി ദ റൈറ്റ് കണ്ടിന്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞ തെഫ്റ്റിന്റെ കേസാണ്. ഇനി റോബറിന്റെ കേസിൽ എന്താണ്? എത്ര നേരം വരെ റൈറ്റ് കണ്ടിന്യൂ ചെയ്യും? The robber is causing or trying to cause death, injury or wrongful restraint. Okay, റോബറിയും തെഫ്റ്റും ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, തെഫ്റ്റ് എന്ന് വെച്ചാൽ അയാൾ വെറുതെ മോഷ്ടിക്കാൻ വേണ്ടി വന്നു, മോഷ്ടിച്ചു പോയി. പക്ഷെ റോബറിയിൽ എന്താണ്? ചിലപ്പോൾ മോഷണത്തിന്റെ ഇടയ്ക്ക് അയാള് കത്തിയൊക്കെ കാണിച്ചിട്ട് മിണ്ടാണ്ടിരുന്നില്ലെങ്കിൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളെ കണ്ട തട്ടാനുള്ള ഒരു ഇതിലൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റോബറി എന്ന് പറയും. The robber is causing or trying to cause death, injury or wrongful restraint. ഒന്നെങ്കിൽ അയാള് കൊല്ലാനോ അല്ലെങ്കിൽ കൊല്ലാൻ നോക്കുകയോ അല്ലെങ്കിൽ ഇഞ്ചുറി ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് നോക്കുകയോ അല്ലെങ്കിൽ റോങ്ഫുള്ളി റിസ്ട്രെയിൻ ചെയ്യുന്നു, എന്നെ തടഞ്ഞു വെക്കാൻ നോക്കുന്നു. ആ സമയത്തൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാൻ പറ്റും. There is still a fear of immediate death, injury or restraint. അതായത് അവിടെ ഇനിയും ഒരു ഡെത്തിന്റെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡെത്ത്, ഇഞ്ചുറി അല്ലെങ്കിൽ റിസ്ട്രെയിന്റെ ഫിയർ എന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ റോബറി സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാൻ പറ്റും. ആ രണ്ട് സാഹചര്യത്തിലാണ്. ഇനി അടുത്തതാണ് ഇൻ കേസ് ഓഫ് ക്രിമിനൽ ട്രസ്പാസ്. ഒരാൾ എന്റെ ലാൻഡിലേക്ക് എന്റെ പെർമിഷൻ അത് ക്രിമിനൽ ട്രസ്പാസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്ചീഫിന്റെ സമയത്ത് എന്താണ്? ദ റൈറ്റ് കണ്ടിന്യൂസ് ആസ് ലോങ് ആസ് ദ റോങ് ഡൂവർ ഈസ് സ്റ്റിൽ കമ്മിറ്റിംഗ് ഇറ്റ്. അതായത് എന്റെ പ്രോപ്പർട്ടിയിൽ എത്ര നേരം ഉണ്ടോ ആ സമയം വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാൻ പറ്റും. അതായത് പോയി കഴിഞ്ഞ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പോലീസിന് ഇൻഫോം ചെയ്യാം, അല്ലാണ്ട് എനിക്കായിട്ട് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. Then in house breaking at night the right continues as long as the trespasser is still happening. അതായത് രാത്രി ഇപ്പൊ എന്റെ വീട്ടിൽ അയാള് കയറുകയാണെങ്കിൽ, ഹൗസ് ബ്രേക്കിംഗ് അറ്റ് നൈറ്റ് ഇസ് എ സീരിയസ് ഒഫൻസ്. അപ്പോ രാത്രി കയറുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എന്റെ റൈറ്റ് എത്ര നേരം വരെ കണ്ടിന്യൂ ചെയ്യും? ആ ട്രെസ്പാസർ അല്ലെങ്കിൽ ആ ട്രെസ്പാസ് എത്ര നേരം വരെ നടക്കുന്നു അത്ര സമയം വരെ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എപ്പോ പോകുന്നു അപ്പം ആ ഒരു റൈറ്റ് അവിടെ കഴിയും. യു ക്യാൻ ഡിഫെൻഡ് യുവർ പ്രോപ്പർട്ടി ആസ് സൂൺ ആസ്, അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി ഇവിടെ എഴുതാണ്. ആസ് സൂൺ ആസ് യു സെൻസ് എ ത്രെറ്റ് സെൻസ് ചെയ്യുന്ന സമയത്ത്, ആൻഡ് യു ക്യാൻ കീപ് ഡിഫെൻഡിങ് അൺടിൽ ദ ക്രൈം സ്റ്റോപ്സ്. ക്രൈം നിർത്തുന്നിടം എപ്പം നിൽക്കുന്നോ അതുവരെ എനിക്ക് എന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ദ ത്രെറ്റ് എൻഡ്സ്, ആ ഒരു ഭീഷണി അല്ലെങ്കിൽ ആ ഒരു പേടി എപ്പം എൻഡ് ചെയ്യുന്നോ അപ്പം എനിക്ക് പ്രൈവറ്റ് ഡിഫൻസും നിർത്തേണ്ടി വരും. ഓർ ഹെൽപ്പ് അറൈസ്, ഏതെങ്കിലും പോലീസിനെ വിളിച്ചിട്ട് പെട്ടെന്ന് പോലീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ എനിക്ക് അയാളെ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പിന്നെ പോലീസാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഒഫൻസ്, എന്ത് ടൈപ്പ് ഓഫ് ഒഫൻസ് ആണോ അതിപ്പോ നമ്മൾ മേലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എപ്പോ കഴിയുന്നുള്ളത്. എക്സാമ്പിൾ ആണ്, ഇഫ് someone is stealing your goods, you can act until they flee with it or the police help you. If someone is breaking into a house at night, you can defend yourself as long as they are inside unlawfully. അതായത് ഒരാള് ഇപ്പം ഞാനൊരു കച്ചവടക്കാരിയാണ്, എന്റെ ഗുഡ്സ് ഒരാൾ മോഷ്ടിക്കാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് എത്ര നേരം വരെ അയാളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും? എന്റെ ഗുഡ്സിനെ എനിക്ക് എപ്പോ വരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും? അയാൾ അതുമായിട്ട് കടന്നു കളയുന്നിടം വരെ അല്ലെങ്കിൽ പോലീസ് വരുന്നിടം വരെ എനിക്ക് എന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അല്ല, എന്റെ വീട്ടിൽ ഒരാൾ രാത്രി കയറുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എത്ര നേരം വരെ ആ വീട്ടിനുള്ളിലുണ്ടോ അതുവരെ എനിക്ക് അയാളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസ് കാര്യങ്ങൾ നോക്കിക്കോളും.
അത് പറയുന്ന സെക്ഷൻ ഇൻ BNS it was section 43 and in IPC it was section 105 of IPC. ഇനി ലാസ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 44. അതിൽ പറയുന്നതാണ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ഡെഡ്ലി അസോൾട്ട് വെൻ ദർ ഈസ് റിസ്ക് ഓഫ് ഹാം ടു ഇന്നസെന്റ് പേഴ്സൺ. അതായത് if someone is defending themselves from an attack that reasonably threatens their life and the only way to protect themselves may accidentally harm an innocent person, then the right of private defense still applies even if there is a risk to the innocent person. അതായത് ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്, പക്ഷെ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഇന്നസെന്റ് പേഴ്സന്റെ മേത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടിയും എനിക്ക് അവിടെ എന്താണ് പ്രൈവറ്റ് ഡിഫെൻസിന്റെ എക്സ്ക്യൂസ് അവിടെ എടുക്കാൻ പറ്റും. കാരണം എന്റെ ഇന്റൻഷൻ വാസ് നോട്ട് ബാഡ്. കാരണം ഞാൻ ആ ഇന്നസെന്റ് പേഴ്സണെ ഉപദ്രവിക്കണം എന്നുള്ളൊരു ഇന്റൻഷനിലല്ല അവിടെ ഒരു കാര്യം ചെയ്യുന്നത്. എന്നെ ഉപദ്രവിച്ച ഒരാളെ പരിക്കേൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ചെയ്തത്. പക്ഷെ മിസ്റ്റേക്കൻലി അത് അങ്ങനെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ കൂടിയും എനിക്ക് അവിടെ ആ ഒരു ഡിഫെൻസ് എടുക്കാൻ പറ്റും. ഇഫ് യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ ആൻഡ് യു ഹാവ് നോ അതർ ചോയ്സ് ബട്ട് ടു ഡിഫെൻഡ് യുവർ സെൽഫ്, എനിക്ക് അവിടെ ഡിഫെൻഡ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പ്രശ്നം വരും. In a way that might unintentionally harm someone innocent, you can still defend yourself. എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം? The law allows it. Example ആണ്, if someone tries to shoot you and the only way to save yourself is to throw something back which might accidentally hurt someone nearby, you are still protected under the right of private defense. അതായത് എന്നൊരാൾ ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ്, അപ്പൊ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം എടുത്ത് എറിയാണ്. എറിയുമ്പോ എനിക്കറിയാം ചിലപ്പോ ഒന്നെങ്കിൽ അയാളുടെ മേത്ത് വീഴും, അല്ലെങ്കിൽ അതിന്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ മേത്ത് വീഴും എന്നറിയാം. ബട്ട് സ്റ്റിൽ എനിക്ക് അവിടെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, കാരണം ഇല്ലെങ്കിൽ അയാൾ എന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ മരിക്കും. സോ അങ്ങനെ ഒരു സാധനം ഞാനെടുത്ത് എറിഞ്ഞതൊരു ഇന്നസെന്റ് പേഴ്സന്റെ മേത്ത് വീഴുകയാണെങ്കിൽ കൂടിയും എന്താണ് സ്റ്റിൽ പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. പ്രൈവറ്റ് ഡിഫൻസിന്റെ അണ്ടറിൽ ഐ എം സ്റ്റിൽ പ്രൊട്ടക്റ്റഡ് എന്നാണ് പറയുന്നത്. സോ ദിസ് സെക്ഷൻ വാസ് സെറ്റ് ഇൻ സെക്ഷൻ 44 ഓഫ് BNS ആൻഡ് ഇൻ IPC ഇറ്റ് വാസ് സെക്ഷൻ 106 ഓഫ് IPC-യിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് പ്രൈവറ്റ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ നമ്മളുടെ മേലിൽ ആരെങ്കിലും ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ കേസ് എടുക്കുകയാണെങ്കിൽ കൂടിയും നമ്മൾക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? ഞാൻ ആ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തത് പ്രൈവറ്റ് ഡിഫൻസിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് ഡിഫൻസിന്റെ മെയിൻ കാര്യങ്ങൾ എന്താ പറയുന്നത്? ഗുഡ് ഫെയ്ത്തിലായിരിക്കണം, പിന്നെ ഒരു ഹാം തടയാൻ വേണ്ടിയിട്ടായിരിക്കണം ചെയ്തിട്ടുണ്ടാവുക. നമ്മൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഡിഫൻസുകൾ നമ്മൾ എടുക്കുന്നത്. ആ കാര്യങ്ങളാണ് ഈ ജനറൽ എക്സെപ്ഷൻ അത് പറയുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.